IFPHന്റെ 1856 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ രശ്മി MS, മെറ്റീരി മെഡിക്കൽ MD, ചീഫ് ഫിസിഷ്യൻ തീർത്ഥ ഹോമിയോ ക്ലിനിക്, സൗത്ത് പറവൂർ, കൊച്ചി. 10 വർഷത്തിലധികം ചികിത്സാ പരിചയം. ഓൺലൈനായും ഓഫ്ലൈനായും വിദ്യാർത്ഥികൾക്കായി ധാരാളം ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. ഇന്നത്തെ വിഷയം ഫംഗൽ ഗ്രൂപ്പിന്റെ സവിശേഷതകൾ, അഗാരിക്കസ് മുതൽ യൂസ്റ്റിലാഗോ വരെ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ രശ്മി MS-നെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഡോക്ടറെ ഇന്ന് കോ-ഹോസ്റ്റ് ആക്കിയിരുന്നു. ഡോക്ടറാണ് ഇപ്പൊ ഹോസ്റ്റേ. നമസ്കാരം സർ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഇല്ല, കോ-ഹോസ്റ്റ് ആക്കട്ടെ. ഓക്കെ മാം. ഇനി പറ്റും. ഡോക്ടർ റോയ് തോമസിനെ കൂടി ഒന്ന് ആക്കിയതേ കോ-ഹോസ്റ്റ്. അഥവാ ഡോക്ടർക്ക് പറ്റാതെ വരുവാണെങ്കിൽ റോയ് FI റോയ് തോമസ് ഷെയർ ചെയ്യും. ഒന്ന് സ്ക്രീൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, മൂവ് ചെയ്യുന്നുണ്ടോന്ന്. രശ്മി ഡോക്ടറെ സ്ക്രീൻ ഒന്ന് ഓടിച്ചോടിച്ച് നോക്കി. ഇപ്പൊ ഫംഗൽ ഗ്രൂപ്പിൽ നിൽക്കുകയാണേ, അതൊന്ന് മൂവ് ചെയ്ത് നോക്ക് എങ്ങനെ പോകുന്നുണ്ടെന്ന്. സർ സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ല. ഇല്ല, അപ്പോഴെന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ റോയ് തോമസ് ഷെയർ ചെയ്യണോ? ആയിക്കോട്ടെ. ഡോക്ടർ റോയ് ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇത് ക്ലോസ് ചെയ്യാനൊക്കെ, ഇത് ക്ലോസ് ചെയ്തിട്ടേ പറ്റൂ. സർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. ഹലോ സർ, കേൾക്കാമല്ലോ അല്ലേ പറയുന്നത്? കേൾക്കാം. ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണല്ലോ സർ? ക്ലിയർ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. IFPHന് വേണ്ടി വീണ്ടും ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം കിട്ടിയതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫംഗൽ ഗ്രൂപ്പ് മെഡിസിനെ കുറിച്ചാണ്. ഹോമിയോപ്പതിയിൽ ഒരു മോർ ദാൻ 50 ഫംഗൽ ഗ്രൂപ്പ് റെമഡീസ് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് ഒരു 10 ഫംഗൽ ഗ്രൂപ്പ് റെമഡീസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോ ഈ കൂടുതലും ഇന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ഒരു റെമഡീസിന്റെ ബിഹേവിയറൽ മെറ്റീരിയൽ മെഡിക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ക്ലിനിക്കിൽ നമുക്ക് പേഷ്യന്റ് വരുമ്പോൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഈ പ്രസന്റേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഒരു ഹെഡ് ഫുഡ് സിംറ്റംസ്, ഒരു ഡ്രഗിന്റെ കംപ്ലീറ്റ് ഡ്രഗ് പിക്ചറോ ഇതിൽ ഉണ്ടാവത്തില്ല. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം മാം. ഫംഗൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കിങ്ഡം ഇൻ ദ വേൾഡ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കിങ്ഡം ആണ് ഫംഗൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഫിയർ ഓഫ് ആക്ഷൻ, ഒന്ന് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആക്ഷൻ ഉണ്ട്, നമുക്കറിയാം. അഗാരിക്കസിൽ ട്വിച്ചിങ്ങും ജെർക്കിങ്ങും ഒക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ദെൻ ഹെമറേജസിൽ, ഡാർക്ക് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ഹെമറേജസിൽ മിക്ക റെമഡീസിന് തന്നെ ആക്ഷൻ ഉണ്ട്. സിക്കൽക്കോർ അറിയാം, യൂസ്റ്റിലാഗോ അറിയാം, നമുക്ക് ബോവിസ്റ്റ അറിയാം. ദെൻ ഇതിന്റെ മയാസം എന്ന് വെച്ചാൽ ഒരു സിഫിലിറ്റിക് അല്ലെങ്കിൽ സൈക്കോസിഫിലിറ്റിക് മയാസത്തിലാണ് കൂടുതൽ റെമഡീസും വരുന്നത്. ഒരു കോമൺ ആയിട്ട് എല്ലാ റെമഡീസിന്റെ ഒരു മൈൻഡ് എടുത്താൽ ഐദർ ഭയങ്കര ഈഗോ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈഗോ ഡസൻ ഫോംഡ്, ഈഗോ ഫോം ചെയ്യാത്ത ഒരു ചൈൽഡിഷ്, ഒരു ഫൂളിഷ് ടൈപ്പ് ഓഫ് ബിഹേവിയർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഒന്നല്ലെങ്കിൽ ഇവിടെ ഭയങ്കര റിലീജിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ തീരെ വിശ്വാസം ഇല്ലാത്തൊരു ടൈപ്പ് ആയിരിക്കും. പിന്നെ എല്ലാ റെമഡീസിനും ടോക്സിറ്റി എന്ന് വെച്ചാൽ അത് ഒരു, നമ്മളിപ്പോ ഒരു ടോക്സിക് റിലേഷൻ എന്നൊക്കെ പറയില്ലേ, മറ്റുള്ളവരെ ടോക്സിക് ആയിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻസിൽ വരാം. അതുപോലെ ഫിസിക്കൽ ലെവലിലായാലും ഇവർക്ക് ഒരു എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടായാൽ വല്ലാത്ത രീതിയിലുള്ള അർട്ടിക്കേറിയ പ്രസന്റേഷനിലേക്ക് പോകുന്ന അലർജിയൊക്കെ ഒരു ടോക്സിക് പ്രസന്റേഷനിലേക്ക് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ടോക്സിറ്റിയും മൈൻഡിലും ഫിസിക്കൽ ലെവലും വരുന്നുണ്ട്.
അതുപോലെ തന്നെ കൂടുതൽ റെമഡീസും അഡിക്ഷൻസ്, സ്റ്റിമുലൻസ്, ആൽക്കഹോള് അതിലേക്കൊക്കെ പോകുന്നതായിട്ടുള്ള ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ദെൻ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു എല്ലാ റെമഡീസിന്റെ ഒരു പത്തോഫിസിയോളജി പറയുകയാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരു ഡീജനറേറ്റീവ് ടൈപ്പ് ഓഫ് ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. CKL കോറൊക്കെ പോലെ പല റെമഡീസും ഓൾഡ് ഏജ് പേഷ്യൻസിലൊക്കെ നമുക്ക് മിക്ക റെമഡീസും മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, പാർക്കിൻസോണിസം അതുപോലുള്ള കണ്ടീഷൻസിനൊക്കെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൽ സ്പാസം ഉണ്ടാക്കും, ഇസ്കീമിയ അതുവഴി ഗാംഗ്രീൻ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു ഡയലറ്റേഷനും റിലാക്സേഷനും ഉണ്ടാക്കി ഹെമറേജ്, കൂടുതലും പാസീവ് ഹെമറേജ് ആയിരിക്കും ഈ റെമഡിയിൽ ഉണ്ടാവുക. ഇൻടോക്സിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ. ദെൻ ഓരോരോ റെമഡീസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഗാരിക്കസ്. അഗാരിക്കസ് എന്ന റെമഡി ഒരു ചില്ലി റെമഡിയാണ്, തേഴ്സ്റ്റി റെമഡിയാണ്, ഒരു റൈറ്റ് സൈഡ് അഫെക്ഷണൽ റെമഡിയാണ്, ട്യൂബക്കുലർ മയാസത്തിൽ വരുന്ന റെമഡിയാണ്. ഇപ്പൊ ഇവര് ക്ലംസി ആയിരിക്കും, ഓക്വേർഡ് ആയിരിക്കും എന്നുള്ള ഫീച്ചർ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അവര് കിച്ചണിൽ കയറിയാൽ നമുക്ക് അവർ കിച്ചണിൽ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പാത്രങ്ങൾ താഴത്തേക്ക് ഇടുക, കയ്യും താഴത്തേക്ക് പോവുക, ഒച്ചയും ബഹളവും. അപ്പൊ കെന്റ് 2 റെമഡീസ് ആണ് ഈ ഒരു കണ്ടീഷനിൽ, ഓക്വേർഡ്നെസ്സിൽ ഈ ഒരു കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴ്ത്തു പോകുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് എപ്പിസും രണ്ടാമത്തെ അഗാരിക്കസും ആണ്. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പിസ് എന്ന് വെച്ചാൽ ഹോട്ട് ആണ്, ഹഗ് ദ ഫയർ എന്നാ പറയാ. അഗാരിക്കസ് ചില്ലിയാണ്. പിന്നെ അതുപോലെ തന്നെ നാട്രമൂർ എന്ന റെമഡി നമുക്കറിയാം ഈ ഒരു ഓക്വേർഡ്നെസ്സിൽ വരുന്നതാ. പക്ഷേ അവർക്ക് ഓക്വേർഡ്നെസ് എങ്ങനെയാന്ന് വെച്ചാൽ മറ്റുള്ള ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിലാണ് ഇവർക്ക് ഈ ഓക്വേർഡ്നെസ് വരിക. കാര്യം നാട്രമൂറിന്റെ കോർ തീം എന്ന് പറയുന്നത് അവർക്ക് അറ്റൻഷൻ ആഗ്രഹമില്ല. അപ്പോൾ വേറൊരാൾ ഒബ്സർവ് ചെയ്യുന്ന തോന്നിയാൽ ആ ഒരു നെർവസ്നെസ് കൊണ്ട് ഇവർക്ക് ഓക്വേർഡ്നെസ് വരും. നെക്സ്റ്റ് നമുക്ക് അഗാരിക്കസിനെ കുറിച്ച് അറിയാവുന്ന കാര്യമാണ് അവരുടെ മെമ്മറി ഭയങ്കര വീക്കാണ്. കുട്ടികൾക്ക് പഠിച്ചാൽ തലയിൽ നിൽക്കത്തില്ല, പിന്നെയും വായിച്ചാൽ മറന്നു പോകും. ലേസിനെസ് ചിൽഡ്രനിൽ ആ രൂപത്തിൽ വരുന്ന റെമഡിയാണ്. ദെൻ മൈൻഡ് ഇനിഷ്യേഷൻ ലാക്ക് ഓഫ്, ഒരു കാര്യം തുടങ്ങാനായിട്ട് ഇവർക്കൊരു റുട്ടീൻ പോകുന്ന കാര്യത്തിൽ നിന്ന് മാറി ഒരു പുതിയ കാര്യം തുടങ്ങാനായിട്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൺഫ്യൂഷൻ റീഡിംഗ് വൈ. അപ്പൊ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ADHD കേസുകളിലൊക്കെ അറിയാവുന്ന സിംറ്റംസ് ആണ്. അപ്പൊ ഈ സിംറ്റംസിൽ എങ്ങനെയാണ് അഗാരിക്കസ് വ്യത്യസ്തമാകുന്നതെന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടി നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുവാണ്. അവൻ നമ്മുടെ ടേബിളിൽ ചാടിക്കയറുന്നു, ഒരു കസേരയിൽ സ്ലൈഡിൽ നിന്ന് ഊർന്നിറങ്ങുന്ന പോലെ ഊർന്നിറങ്ങുന്നു, ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് കാണിക്കുന്നു. അപ്പൊ ആ രീതിയിൽ ഡോക്ടറോട് വന്നിട്ട് ഒത്തിരി സംസാരിക്കുന്നു, പാട്ട് പാടുന്നു, ഒരുപാട് വിശേഷങ്ങൾ പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു കുട്ടിയോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇവൻ നമ്മുടെ മുഖത്ത് നോക്കി മറുപടി പറയില്ല. മൈൻഡ് ആൻസറിങ് അവേർഷൻ ടു സിങ് ടോക്ക് വിൽ നോട്ട് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. സിംഗിൾ റെമഡി അഗാരിക്കസ് മാത്രമാണ്. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവരോട് ആൻസർ പറയത്തില്ല. ഒത്തിരി സംസാരിക്കും, പാട്ട് പാടും, പക്ഷെ എന്താണോ അവരോട് ചോദിക്കുന്നത് അതിനുള്ള ആൻസർ തന്നെ പറയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ചോദിക്കുന്ന ഒന്ന്, കുട്ടി ആൻസർ ചെയ്യുന്ന മറ്റൊന്ന്. മോനെ നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, നിന്റെ ക്ലാസ് ടീച്ചർ ആരാ എന്ന് ചോദിച്ചാൽ അവർക്ക് അതിന് ആൻസർ ഉണ്ടാവില്ല. ബാക്കി വന്നിരുന്ന ഒരുപാട് വിശേഷങ്ങളും അങ്ങനെയാണ് ഡോക്ടറെ, ഇങ്ങനെയാണ് ഡോക്ടറെ, പല പല വിശേഷങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും കാണിക്കുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും. പിന്നെ നമ്മുടെ ലാക്കസിന്റെ ലൊക്കേസിറ്റി പറയുന്ന പോലെ തന്നെ ഒരു കമ്പാരേറ്റീവ് ലൊക്കേസിറ്റി ഇവർക്കുണ്ട്. ലൊക്കേസിറ്റി റാപ്പിഡ്ലി ചേഞ്ചിങ്, ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറി മറ്റൊരു സബ്ജക്റ്റിലേക്ക് ഇവരിങ്ങനെ വാതോരാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാന്ന് വെച്ചാൽ ഈ ലാക്കസിന്റെ ഒരു ടോക്കിംഗ് നമ്മളെപ്പോഴും ഒരു അഡ്മയർ ചെയ്യുന്ന ടോക്കിംഗ് ആയിരിക്കും. ഒരു ടോപ്പിക്ക് കൊടുത്ത് അവർക്ക് നല്ലോണം എക്സിക്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ അഗാരിക്കസിനാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, അവർ പറയുന്ന നമ്മളൊരു കണക്ഷനില്ല, എന്തൊക്കെയോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ടോക്ക് വിത്തൗട്ട് ലിസണിങ്, പറയുന്ന എന്താന്ന് കേൾക്കാണ്ട് തന്നെ അവർ ആൻസർ പറയുക, ആലോചിക്കാണ്ട് ആൻസർ പറയുക. ഇതൊക്കെ അഗാരിക്കസിന്റെ സിംറ്റത്തിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു സിംറ്റത്തിന് നെക്സ്റ്റ് സ്ലൈഡ്, ഈ ഒരു സിംറ്റത്തിന് വിത്തോൾക്കോസ് ഇന്റർപ്രറ്റ് ചെയ്ത് കുട്ടികളിലാണ് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ കിട്ടുക. അപ്പൊ അഡൾട്ടിലാണെങ്കിൽ ഇതിന്റെ പ്രസന്റേഷൻ വരികയെന്ന് വെച്ചാൽ നമ്മളിപ്പോ കേസ് ടേക്കിങ്ങിൽ ആൾക്കാർ വന്നിട്ട് ഒത്തിരി സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഒരു കാര്യം ചോദിച്ചാൽ, നിങ്ങൾ അവരുടെ മൈൻഡ് പിക്ചർ ചോദിച്ചാലോ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചാലോ അവർക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. അൺവില്ലിംഗ് ടു ടോക്ക് ടു ദ ഡോക്ടർ അബൌട്ട് ദ ഇന്നർ വേൾഡ്, അവരുടെ സിൻസിനെ കുറിച്ചോ അവർ ചെയ്തു കൂട്ടിയുള്ള കാര്യങ്ങളെ കുറിച്ചോ അവരുടെ മെന്റൽ പിക്ചറിനെ കുറിച്ചോ ഒരു കാര്യം ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് പറയില്ല. അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിക്കും. അവയെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് പറയാനായിട്ട് വാക്കുകൾ പലപ്പോഴും കിട്ടില്ല. അങ്ങനെ ഒരു പ്രസന്റേഷൻ അഗാരിക്കസിൽ കാണാൻ പറ്റും. അത് മാത്രമല്ല സംസാരിക്കുമ്പോൾ ഗ്രിമേസിങ് മൂവ്മെന്റ് അറൌണ്ട് ദ മൗത്ത്. ഇപ്പോൾ എന്തോ കാര്യം സംസാരിക്കാൻ പോകുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചുണ്ടിട്ട് ഇങ്ങനെ എന്തോ വാ തുറന്ന് പറയാൻ പോകുന്ന പോലെ അനക്കും, പക്ഷേ ഇവര് ആൻസർ ഒന്നും പറയില്ല. അപ്പൊ അങ്ങനെയുള്ള റൂബ്രിക്കിൽ വരുന്ന 2-3 ഡിഫറൻസിയേഷൻ ആണ്
ഈ ഗ്രിമേസ് ഫേസിലുള്ള എക്സ്പ്രഷൻസ് ഇൽ മാനേർഡ് ഫേസ് മേക്ക്, സംസാരിക്കുമ്പോഴത്തേക്കും മുഖം വല്ലാത്ത രീതിയിലെ ഗോഷ്ടികൾ കാണിക്കുക. ഇപ്പൊ ചില കുട്ടികൾ വരുമ്പോഴേക്കും ക്ലിനിക്കിൽ ഇങ്ങനെ നാക്ക് നീട്ടി അല്ലെങ്കിൽ ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെയൊക്കെ ഇൽ മാനേർഡ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും വരുന്ന റെമഡിയാണ് ഹയോസയമസ്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞ സിംറ്റം, കുട്ടിക്ക് ദേഷ്യം കയറിയാല് ചുണ്ടുകൊണ്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും, ചുണ്ടുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. അപ്പൊ ഗ്രണ്ണിങ് ആങ്കർ വെൻ, ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ ചുണ്ടുകൊണ്ട് ഇങ്ങനെ പിറുപിറുക്കുന്നതിൽ ഒരു സിംഗിൾ റെമഡി വരുന്നത് മാക്കാർബ് ആയിരുന്നു. അപ്പൊ നാട്രോപൂറ കൊടുത്ത് ഞാൻ ആദ്യം റിസൾട്ട് കിട്ടാത്തൊരു കേസായിരുന്നു. ഈ ഒരു റുബ്രിക്ക് വെച്ചിട്ട് മാക്കാർബ് കൊടുത്തിട്ട് പിന്നെ സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ മാക്കാർബിന്റെ എല്ലാ സിംറ്റം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഡിസ്മെനോറിയ ഉണ്ട്, സ്റ്റെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതാണ് അങ്ങനെ ഒരു സിംറ്റം. പിന്നെ അടുത്തൊരു സിംറ്റം നമുക്ക് ഇപ്പോൾ ഓട്ടിസം കേസിലും അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി കേസിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സിംറ്റം ആണ്. എന്താ വെച്ചാൽ പേഷ്യന്റിനെ നമ്മളൊന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റ് ഫേസിലേക്ക് നോക്കുമ്പോൾ ഇവര് അവരുടെ പ്യൂപ്പിൾസ് കൃഷ്ണമണി പെൻഡുലം മൂവ്മെന്റ് പോലെ കിടന്ന് ഉരുണ്ടിട്ടായിരിക്കും നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. അപ്പൊ ആ ഒരു ഒറ്റ സിംറ്റം മതി നമുക്ക് സെറിബ്രൽ പാൾസി പോലുള്ള കേസിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പൊ അതും നമുക്ക് കിട്ടുന്ന ഒരു ഒബ്സർവേഷൻ ആണ്. പിന്നെ ഇവരെങ്ങനെയാ സംസാരിക്കാന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഒത്തിരി ഇവിടെ സംസാരിക്കുന്നു, പക്ഷെ ഇത് സംസാരിക്കുന്ന കൂടുതലും ഇൽ ഹ്യൂമർ ടോക്ക് ആയിരിക്കും. ആവശ്യമില്ലാത്ത തമാശകൾ പറയാ, ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുക, വേണ്ടാത്ത കാര്യങ്ങളിൽ വേണ്ടുന്ന സമയത്ത് സംസാരിക്കാണ്ടിരിക്കുക, അതുപോലത്തെ ഇൽ ഹ്യൂമർ ടോക്ക് ആയിരിക്കും ഇവർ കൂടുതലായിട്ട് സംസാരിക്കുക. ഇനി അവരെ ഒന്ന് കമ്പൽ ചെയ്ത് നമ്മളിങ്ങനെ ചോദിക്കാൻ ശ്രമിച്ചാൽ ഇവർക്ക് നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാമറിംഗ് പോലെ വരെ സംസാരിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ചിയർഫുൾ ആയിട്ട് എക്സ്ട്രീം ആയിട്ട് ചെയ്യും. അതൊരു സെൽഫ് കൺട്രോൾ പോകുന്ന രീതിയിൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ വരുന്ന ഡിപ്രഷൻ ഫേസിലും ഈ അഗാരിക്കസ് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വിദോൾക്കാസിന്റെ ഒരു കേസ് പറയുന്നതാണ്, ഈ കുട്ടികളൊക്കെ രാവിലെ ഒത്തിരി കളിച്ചു കഴിഞ്ഞിട്ട് രാത്രി ബെഡ് വെറ്റിംഗ് ഉണ്ടാവുന്നു. അപ്പൊ ഒരു പേഷ്യന്റ് പറയാണ്, ഇപ്പോ വീട്ടിലെ ഡോക്ടർ അവന് സാധാരണ കിടക്കുമ്പോൾ മൂത്രം ഒഴിക്കുന്ന സിംറ്റം വീട്ടിൽ ആരെങ്കിലും കസിൻസ് കുട്ടികൾ വന്നാലോ എന്തെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോയാലൊക്കെ ഇവന് സിംറ്റം ഉള്ളൂ, അല്ലാണ്ട് വീട്ടിൽ റെഗുലർ ഡേയ്സിൽ ഇവന് സിംറ്റം ഇല്ല. അപ്പൊ അത് അവർ എക്സസീവ് ആ കളിക്കുന്ന സമയത്ത് എക്സസീവ് ജോയും എക്സസീവ് ആയിട്ടുള്ള ആ ചിയർഫുൾനെസ്സും അതാണ് പറയുന്നത്, ചെയ്യുന്ന ആക്ടിൽ ഭയങ്കര എക്സ്ട്രീമിൽ പോയിട്ട് അതിനുശേഷം വരുന്ന ആ ഒരു ഡിപ്രഷൻ, അത് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കൊയിഷൻ ഒരു അഗ്രവേഷൻ മെയിൻ ആയിട്ട് അഗാരിക്കസിൽ വരുന്നത്. അവർ ചെയ്യുന്ന ആക്ടിന്റെ സമയത്ത് എക്സസീവ് എനർജി ഉപയോഗിക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഡിപ്രഷൻ. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ഇവരുടെ നെക്സ്റ്റ് ഒരു മെയിൻ കോർ തീമാണ് മിസ്മാച്ച് ബിറ്റ്വീൻ ബോഡി ആൻഡ് വൈറ്റൽ ഫോഴ്സ്. ഇവർക്ക് എന്താണ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത്, ഇവരുടെ ബോഡിക്ക് എന്താണ് പറ്റുന്നത് എന്നതിനെ കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണയില്ല, ഒരു കറക്റ്റ് പെർസെപ്ഷൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുക, ഇപ്പൊ വീട്ടില് സ്ഥിരമായിട്ട് നടക്കുന്ന വഴിക്ക് നടക്കുന്ന ഒരാള് എപ്പോഴും ബെഡിന്റെ മുകളിലേക്ക് കാലിടിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കസേര തട്ടി മറിഞ്ഞു വീഴുക, ഏത് ഡിസ്റ്റൻസിലാണ് ആ സാധനം ഇരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉരുണ്ട് താഴ്ത്തി വീഴുക. ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ആ കറക്റ്റ് പെർസെപ്ഷൻ ഇല്ല. ഇപ്പൊ നമ്മൾ ചില കുട്ടികളെ കേസ് കണ്ടിട്ടുണ്ടാവില്ലേ, ഡോക്ടർ സൺഷൈഡിൽ എടുത്ത് ചാടി വീടിന്റെ ബെർത്തിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടി കൈ ഒടിഞ്ഞു വരുന്നത്. കാരണം അവർക്ക് എന്താണ് അതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്നോ എത്രത്തോളം ഡെപ്തിലാണ് അതുള്ളതെന്നോ ആ ഒരു പെർസെപ്ഷൻ കറക്റ്റ് ആയിട്ട് അവർ എടുക്കാത്തത് കൊണ്ടാണ് ആ ഒരു സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ ഈ അഗാരിക്കസ് ചിന്തിക്കാവുന്ന റെമഡിയാണ്. പിന്നെ ഈ അഗാരിക്കസിന്റെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു 4 സ്റ്റേജിൽ കൂടിയാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ ഹൈപ്പർ എക്സൈറ്റേഷൻ സ്റ്റേജ്. അത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റേഷൻ കാണിക്കും. ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവർക്കൊരു എന്താണ് മൈൻഡിലെ പെർസെപ്ഷൻസ് ഓൾട്ടേർഡ് ആവും. അതായത് ഒരു ചെറിയ ഹോള് കണ്ടാലും അതൊരു വലിയ കുഴിയായിട്ട് ഫീൽ ചെയ്യുക. ഇപ്പൊ പേഷ്യന്റ് പറയാണ്, ഡോക്ടർ എന്റെ കയ്യിൽ ഇന്നലെ സൂചി തുന്നിയപ്പോഴത്തേക്കും ഞാൻ തുന്നിയപ്പോൾ ചെറിയൊരു മുറിവ് ഉണ്ടായിരുന്നു ഡോക്ടർ, എനിക്ക് തോന്നുന്നു അത് ബോണിലേക്കാണ് കുത്തിക്ക് കയറിയെന്ന് തോന്നുന്നു, ഡോക്ടർ ഇത് ഇൻഫെക്ഷൻ ആവോ, ബോൺ മൊത്തം സ്പ്രെഡ് ചെയ്ത് ബോഡി മൊത്തം ആവോ. അങ്ങനെയുള്ള ഒരു കുഞ്ഞു സാധനത്തിന് ഒരു ഭയങ്കര ലെവലിൽ എക്സാഗ്രേറ്റ് ചെയ്ത് ഇമാജിനേഷൻ, ഒരു കുഞ്ഞു ഹോളിനെ ഭയങ്കരമായിട്ട് ഇമാജിനേഷൻ ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും. ഇപ്പൊ ചില പേഷ്യന്റ് നമ്മളോട് പറയുന്നുണ്ടാവാം, ഡോക്ടർ എന്റെ ചെവിയുടെ പുറകിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട്, എനിക്ക് തോന്നുന്നത് ട്യൂമർ ആയിട്ടാണ് തോന്നുന്നത്, ഒരു ബിഗ് ട്യൂമർ സ്വെല്ലിംഗ് ഉണ്ട്, ഞാൻ ഇന്നലെ പോയി എക്സ്റേ എടുത്തു അല്ലെങ്കിൽ CT സ്കാൻ എടുത്തു, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് റിപ്പോർട്ട് ഒന്ന് നോക്കിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഇൻഫെക്റ്റഡ് ലിംഫ് നോഡോ എന്തെങ്കിലും ആയിരിക്കും. പേഷ്യന്റിന്റെ ആ ഒരു പ്രസന്റേഷൻ, കുഞ്ഞു സംഭവം എന്തോ ആണെന്ന് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാഗ്രേഷൻ ഈ പേഷ്യന്റ് പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവർ പ്രസന്റ് ചെയ്യുന്ന രീതി, ഡോക്ടർ എന്റെ മുഖവേദന എടുക്കുന്നു, ചെവി വേദന എടുക്കുന്നു, തലവേദന എടുക്കുന്നു, ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് അവർ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് അഗാരിക്കസിൽ കാണാൻ പറ്റും. ആൻസൈറ്റി ഹൈപ്പോകോൺഡ്രിയാക്കൽ ഇങ്ങനെ റൂബ്രിക്കിലും ഈ അഗാരിക്കസ് കയറി വരുന്നുണ്ട്. മൈൻഡ് എക്സാഗ്രേറ്റിംഗ് സിംറ്റം എക്സസീവ് പ്രസന്റേഷനും ഉണ്ടാവും.
എപ്പോഴും ലാമെന്റ് ചെയ്തോണ്ടിരിക്കുക. ഓ ഡോക്ടർ, എനിക്ക് ആ വേദനയാണ്, ഈ വേദനയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, വേദന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യും ഡോക്ടറെ എന്നുള്ള രീതിയിൽ ലാമെന്റിങ്, ബിമോണിങ്, വെയിലിംഗ്, ഈ സിംറ്റംസ് ഒക്കെ കാണാൻ പറ്റും. മൈൻഡ് ടോർമെന്റിങ് അതേഴ്സ്, ഒരു സിംറ്റം പറഞ്ഞിട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക. ഓ ആ വേദനയാണ്, എന്തെങ്കിലും ചെയ്യും, നിങ്ങളിങ്ങനെ നോക്കിയിരിക്കല്ലേ, അവിടെ പോയി മരുന്ന് വാങ്ങും, അവിടെ നിന്ന് മരുന്ന് കാണിച്ചിട്ട് കുറവില്ല, അടുത്ത സ്ഥലത്ത് കൊണ്ടേ കാണിക്കുക, ഇങ്ങനെ ടോർമെന്റിങ് അതേഴ്സ്. ഈ റുബിക്കാണ് ടോർമെന്റിങ് അതേഴ്സ് എന്ന് പറയുന്നത്. ഈ റുബിക് കിട്ടിയാൽ വരുന്ന 3 റെമഡീസേ ഉള്ളൂ: അഗാരിക്കസ്, സൊറൈനം ആൻഡ് സിംഗമെറ്റ്. അഗാരിക്കസ് നമ്മൾ പറഞ്ഞു, ഇപ്പൊ കുട്ടികളാണെങ്കിലും അമ്മ ഇതൊന്ന് ആമസോണിൽ ഓർഡർ ചെയ്ത് തരുമോ, ഇതിപ്പോ അത്യാവശ്യം അമ്മ, എനിക്കറിയാം അമ്മ എന്താ ഓർഡർ ചെയ്ത് തരാത്തത്, എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഓർഡർ ചെയ്ത് തരാത്തത്, ഓർഡർ ചെയ്ത് താമേ പറഞ്ഞ് നമ്മളെ ടോർമെന്റ് ചെയ്ത് പുറകെ നടക്കുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും ഈ അഗാരിക്കസിൽ ഉണ്ടാവുക. അപ്പൊ ഈ സൊറൈനത്തിന്റെ ടോർമെന്റ് എങ്ങനെയാന്ന് വെച്ചാല്, സൊറൈനം അത് ഏറ്റവും പോസിറ്റിവിറ്റി ഉള്ള ഒരു സമയത്തും നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുന്ന ഒരു റെമഡിയാണ് ഈ സൊറൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യ ഒരു 5 റൺസിന് ജയിക്കാൻ വേണ്ടി ബാക്കി നിൽക്കാന്ന് വെക്കുക. അപ്പൊ എല്ലാവരും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നോക്കിയിരിക്കുമ്പോ സൊറൈനം പറയാ, ഇത് ഇവരുടെ സ്ഥിരം പരിപാടി, ഇവർ അവസാനം കൊണ്ട് എന്തായാലും തോക്കാൻ പോകും. അപ്പൊ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിലും ഒരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും സൊറൈനം. നമ്മൾ വായിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിക്കുന്ന ആൾക്കാരെന്ന് പറയും, പക്ഷെ സൊറൈനം വായിൽ ഡയമണ്ട് കൊണ്ടോ സിൽവർ കൊണ്ടോ ജനിക്കുന്ന അത്ര റിച്ച് ആൾക്കാരാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും, പക്ഷെ ഇവര് മറ്റുള്ളവരെ, ഇപ്പൊ അമ്മമാര് ടോർമെന്റ് ചെയ്യുക, ഒരു മൊട്ടുസൂചിക്ക് വേണ്ടി വാശി പിടിക്കുന്നത് കേൾക്കില്ലേ, എല്ലാം ഉണ്ടായിട്ടും. ആ ഒരു പ്രസന്റേഷൻ ആയിരിക്കും സൊറൈനത്തിൽ കൂടുതൽ കാണിക്കുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഇവരുടെ ഫിയർലെസ്നെസ് ആണ്. ഇവർക്ക് ഒന്നിനും പേടിയില്ല. അതില്ലാത്തതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, പെർസെപ്ഷൻ ഇല്ല. ഒരു കാര്യത്തിന് എന്താണ് കോൺസിക്വൻസസ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു പെർസെപ്ഷൻ ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഒന്നിനും പേടിയില്ല, ഭയങ്കര ധൈര്യം കാണിക്കും. ഫ്രിവിലസ്, എല്ലാത്തിനും നിസ്സാരമായിട്ട് എടുക്കുക. അത് ചെയ്താൽ കുഴപ്പമില്ല, ഇത് ചെയ്താൽ കുഴപ്പമില്ല എന്ന് വെച്ചാൽ എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടാവും. മൈൻഡ് റൺ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ്. ഒരു പേടിയില്ലാണ്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവുക. ഇപ്പൊ ADHD കേസുകളിലൊക്കെ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടികളായിരിക്കും. മറ്റുള്ളവരെ പേടിപ്പിച്ചുകൊണ്ട് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്ന, മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസിലേക്ക് പോകുന്ന ഒരു റെമഡീസ് ആയിരിക്കും ഈ അഗാരിക്കസ്. അവിടെയും ടെറന്റിലയും വരും ഈ ഒരു പ്രസന്റേഷനിൽ. പക്ഷെ ടെറന്റിലയ്ക്ക് എന്താന്ന് വെച്ചാല്, ടെറന്റിലയ്ക്ക് അറിയാം ടെറന്റില ചെയ്യുന്നത്, ടെറന്റില സ്പൈഡർ അതിനെ കുറിച്ച് കണ്ണിയാണല്ലോ. അപ്പൊ ഇവർക്കറിയാം ഇവർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകും, പക്ഷെ എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും അവര് ചെയ്യും എന്നുള്ളതാണ് ടെറന്റിലയുടെ ആ ഒരു ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മൈൻഡ് ടോർമെന്റിങ് അതേഴ്സ്. അതിൽ ടെറന്റിൽ പ്രസന്റ് ചെയ്യാൻ മൈൻഡ് ത്രട്ടണിങ് അതേഴ്സ് ആയിട്ടാ. അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു TV കാണണമെന്ന് വെക്കുക, അപ്പൊ ഒരു കയ്യിൽ റിമോട്ടും പിടിച്ചോണ്ട് നിൽക്കും. അമ്മ TV ഓൺ ചെയ്യാൻ സമ്മതിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ തല്ലി പൊട്ടിക്കുന്നോ, അതാണ് ത്രട്ടണിങ് അതേഴ്സ്. അമ്മ ഇത് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇത് പൊട്ടിക്കും എന്ന് വെച്ചാൽ പറയുമ്പോൾ പൊട്ടിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇതാണ് ടെറന്റിലെയും അഗാരിക്കസും നമ്മളുടെ ഡിഫറൻസിയേഷൻ വരുന്നത്. മറ്റുള്ളവരെ ത്രട്ടൺ ചെയ്യാവുന്ന ഡിസ്ട്രക്റ്റീവ് ലെവലിലേക്ക് പോകുന്ന റെമഡിയാണ് ടെറന്റില എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, അപ്പൊ കറേജസ് പറഞ്ഞു, ഭയങ്കര ധൈര്യം കാണിക്കും, ഒഡേസിറ്റി കാണിക്കും. ഇപ്പൊ ഇവര് ഫിയർലെസ്നെസ് കൊണ്ട് തന്നെ ഇവര് ഭയങ്കര ഡിറ്റക്ടോറിയൽ ആയിരിക്കും. എല്ലാത്തിനും ഒരു ഏകാധിപതി ഭാവം കാണിക്കുന്ന, എല്ലാത്തിനും കമന്റ് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും. ഇവര് തന്നെ ഒരു ഗ്രേറ്റ് പേഴ്സൺ ആണെന്നൊരു ഫീലിംഗ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. സോ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ എക്സാഗ്രേറ്റഡ് പവർ കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കുട്ടികളിൽ പറയാറില്ലേ, ചിലർ സ്പൈഡർമാന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ സ്പൈഡർമാൻ ആണ്, ചിലർ കുഞ്ഞുങ്ങളൊക്കെ തോക്കെടുത്തിട്ട് ഞാൻ എല്ലാവരും വെടിവെച്ച് കൊല്ലും, സോൾജിയർ ആണ്. അപ്പൊ അവരുടെ പവർ കാണിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ഒരു സിംറ്റം ആണ്. അപ്പൊ എക്സാഗ്രേറ്റഡ് പവർ, അപ്പൊ ഈ കുട്ടികൾ അഗാരിക്കസ് തന്നെയാവാനാണ് കൂടുതൽ സാധ്യത. പിന്നെ തല്ലുപിടുത്തങ്ങളിൽ ഏർപ്പെടുക, ഫൈറ്റിൽ ഏർപ്പെടുക, ഒന്നും നോക്കാണ്ട് എതിരാളിയുടെ ശക്തി അറിയാണ്ട് ഫൈറ്റിൽ ഏർപ്പെടാന്ന് പറയില്ലേ. ഒരു കൂട്ടം ആൾക്കാർ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിലും ഈ കുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് അവരോട് ചെന്നിട്ട് അവാർഡ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരോട് ഫൈറ്റിൽ ഏർപ്പെടുക. ആ വിത്തൗട്ട് ഫിയർ എന്നുള്ള സിംറ്റം ആണ് ഇവിടേക്ക് വരിക. എന്നിട്ട് അവരോട് തല്ലി പിടിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ കൈയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര റേജ്, ഞാൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ നമ്മുടെ ശക്തി കാണിക്കുന്ന ഒരു റേജ് കാണിക്കുക. ദെൻ ഇവര് ദേഷ്യം വന്നാല് ഇവര് ത്രോ ദംസെൽഫ് ഇൻ ടു ദ ആക്ഷൻ, ബട്ട് ബോഡി കനോട്ട് കീപ് അപ്പ് വിത്ത് വാട്ട് ദേ വാണ്ട്. ഇവരെ തന്നെ അങ്ങോട്ട് ഒരു കാര്യങ്ങളിലേക്ക് ചെന്നെത്തിക്കും, ബോഡിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കാണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പറയാ, ഇവർക്ക് ടാലന്റ് ഉണ്ടെങ്കിലും ഇവരൊരു പുവർ അച്ചീവേഴ്സ് ആയിരിക്കും എന്നാ പറയുന്നത്. കാര്യം എന്താണ് ചെയ്യേണ്ടത്, എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഇല്ലാണ്ട് ഇത് ചെയ്യും. നമ്മൾ പറയുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്ത് ഹൈ ജമ്പ് ഒക്കെ വല്ലാണ്ട് ചാടി ബോഡിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കാണ്ട് വല്ലാണ്ട് ചാടി സ്ട്രെയിൻ വരുന്ന കൂട്ടരൊക്കെ ഇതിനകത്ത് വരുന്നതാണ് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, നെക്സ്റ്റ് സ്ലൈഡ്.
തോട്ട് പെർസിസ്റ്റന്റ് ആൻഡ് മോർബിഡ്. ഒരു ചിന്ത തലയിൽ കയറിയാൽ അവര് പെർസിസ്റ്റന്റ് ആയിട്ട് മോർബിഡ് ആയിരിക്കും ചിന്ത മനസ്സിൽ നിൽക്കും. ഇൻക്വിസിറ്റീവ് ആണ്, കാര്യങ്ങൾ അറിയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അവിടെ മോർബിഡ്ലി ഇൻക്വിസിറ്റീവില് ട്യൂബർക്കുലം വരും. പക്ഷെ ട്യൂബർക്കുലത്തിന് എന്താ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള അറിവ് നേടാൻ താല്പര്യമായിരിക്കും. അച്ഛാ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അത് എന്താ വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്, കുറച്ചും കൂടി ഇൻക്വിസിറ്റീവ് ആയിരിക്കും. പക്ഷെ അഗാരിക്കസിന്റെ ഇൻക്വിസിറ്റീവ് അവർക്കൊരു വിയേർഡ് സബ്ജക്റ്റിലായിരിക്കും ഇൻക്വിസിറ്റീവ് ഉണ്ടാവുക. അതായത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇപ്പൊ UFOസിനെ കുറിച്ച് ചോദിക്കുക, പിന്നെ മരണാനന്തര ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കുക. അങ്ങനത്തെ ഉള്ള ഹൊറർ കാര്യങ്ങളിലും അങ്ങനത്തെ ഉള്ള വിയേർഡ് സബ്ജക്റ്റിൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവർ കൂടുതൽ വായിക്കുന്നത് ഇതുപോലെ ഹൊറർ ബുക്സ്, അത് മറ്റുള്ളവർ പറയും, അവർ അത് കൊണ്ടൊരു ഞാൻ ഇതൊക്കെ അറിയാം ധൈര്യശാലിയാണെന്ന് കാണിക്കുന്ന ഒരു പ്രസന്റേഷനും ഇവരിലുണ്ടാകും. ദെൻ മറ്റ് ഇവരുടെ മെയിൻ ഒരു എയിൽമെന്റ് ആണ് എയിൽമെന്റ് ഫ്രം ഒഫൻഡഡ് ആൻഡ് റിപ്രിമെൻഡഡ്. ഈ കുട്ടികളെയോ അവർ വരുന്ന സമയത്തോ ഇവര് വഴക്ക് പറയാനുള്ള കാരണം ഇഷ്ടം പോലെ ഇവർക്ക് ഉണ്ടാവും. സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കും, ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഇതിൽ വഴക്ക് പറഞ്ഞാൽ ഇവർക്ക് കോറിയ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ടൈലർ പറയുന്നത് ഈ പ്യൂബർട്ടി ഗേൾസിലൊക്കെ ആ ഒരു ഏജില് ഇവരെ വഴക്ക് പറഞ്ഞാൽ ഒരു കോറിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഡ്രഗ് അഗാരിക്കസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വഴക്ക് കേൾക്കുന്നുള്ള ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ഇവരെന്താ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല. അത് എന്തെങ്കിലും കൊടുത്താലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇവർ കാണിക്കും. ദെൻ ഇവരുടെ ഹൈപ്പർ ആക്റ്റീവില് വേറൊരു കാര്യം വിട്ടുപോയത്, ഇപ്പൊ കുട്ടികളാണെങ്കിൽ എപ്പോഴും വീഴും നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ആ വീഴുന്ന രീതിക്കും അഗാരിക്കസിൽ വ്യത്യാസമുണ്ട്. അത് ഏറ്റവും എന്താ ഇവരുടെ കളികൾ പൊതുവെ ബോയിസ്റ്ററസ് ആൻഡ് എഗെയിൽ മാനർ എന്ന് പറയാം. ഭയങ്കര ബഹളം വെക്കുന്നതും ചടുലകം നിറഞ്ഞതും ഒച്ചപ്പാടും ബഹളവും എല്ലാം കൂട്ടിയ കളികളായിരിക്കും ഇവരുണ്ടാവുക. ഇവർ വീഴുന്നത് ബോഡിയുടെ കംപ്ലീറ്റ് ബാലൻസ് പോയിട്ട് ഉരുണ്ട് മറിഞ്ഞ്, ഇപ്പൊ സാധാരണ നമ്മൾ തെന്നി വീണാൽ ചിലപ്പോൾ നമ്മുടെ എൽബോ ഒന്ന് ഫ്രാക്ചേർഡ് ആവുമായിരിക്കും. പക്ഷേ അഗാരിക്കസ് കുട്ടി ഒരു കസേരയിൽ നിന്ന് തട്ടി വീഴുന്നതായിരിക്കും. അപ്പൊ അവന്റെ എൽബോ ഫ്രാക്ചർ ആവും, മുഖം പൊട്ടും, അവിടെ പൊട്ടും. അതായത് മൊത്തത്തിലുള്ള ഒരു കൺട്രോൾ പോയിട്ടുള്ള ഒരു വീഴ്ചയായിരിക്കും. ടംബിൾ എബൌട്ട് ദ മോസ്റ്റ് ഗോസ്റ്റേറ്റീവ് മാനർ എന്നാ പറയാ. വിചിത്രമായ രീതിയിലായിരിക്കും ഇവർ വീഴുന്നത്. അതന്നെ മറ്റൊരു സിംറ്റം ആണ്. പിന്നെ ക്ലിനിക്കിൽ കിട്ടാവുന്ന വേറൊരു സിംറ്റം ആണ്, ഇത്രത്തോളം ഇവര് ഫിയർലെസ് ഒക്കെ ആണെങ്കിലും ക്ലിങ്ങിങ്, ഒരു ഡിപ്പെൻഡൻസി ഇവർക്കുണ്ട്. ക്ലിങ്ങിങ് ഗ്രാസ് അതേഴ്സ്, മറ്റുള്ളവരെ ഇങ്ങനെ ക്ലിങ് ചെയ്യുക. എല്ലാരും കയറി പിടിക്കില്ല. അഗാരിക്കസിന്റെ പ്രത്യേകത കമ്പാനിയനെ മാത്രം കയറി പിടിക്കുക. എംബ്രേസസ് ദ കമ്പാനിയൻ. അതിൽ ഫോസ്ഫറസ് വരുന്നുണ്ട്, പ്ലാറ്റിന, അഗാരിക്കസ്. ഫോസ്ഫറസ് എന്താ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അഗാരിക്കസ് എപ്പോഴും അമ്മയുടെ കൂടുതൽ കമ്പാനിയൻ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ച് അവർ പിടിച്ചിങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുക. അഗാരിക്കസിന്റെ 2 റെമഡീസ് ആ രൂപത്തിൽ വരുന്നുള്ളൂ, അഗാരിക്കസ് ആൻഡ് അനാക്കാർഡിയം. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഫോർത്ത് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന സിംറ്റം ആണ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഫ്രിവലസ് ആയിരിക്കും, കാര്യങ്ങൾ നിസ്സാരമായിട്ട് എടുക്കും, ധൈര്യശാലി ആയിരിക്കും. ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് ഫിയർ, പലതരം പേടികൾ ഡെവലപ്പ് ചെയ്യും. ഇരുട്ടിനെ പേടി, ക്യാൻസറിനെ പേടി, ഡിസീസ് വരുമോ എന്നുള്ള പേടി. അതുകൊണ്ട് തന്നെ ഇവരെന്താ അപ്പൊ മരണാനന്തര ചടങ്ങുകളിലും ആരെങ്കിലും അസുഖമായിട്ട് കാണാൻ കിടന്നാലും ഒക്കെ ഇവര് അവിടുത്തെ കോമൺ വിസിറ്റേഴ്സ് ആയിരിക്കും. അതിന് പിന്നിൽ ഇവരുടെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫും കൂടി ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും തിരിച്ചു കിട്ടും എന്നുള്ളൊരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫും കൂടി ഉള്ളത് കാരണം ഇങ്ങനെ ഒരു സിംറ്റവും ഈ ഗ്രേവ് യാർഡിലൊക്കെ ഉള്ള സ്ഥിരം വിസിറ്റേഴ്സ് ആയിരിക്കുന്ന വിത്തോൾക്കോസിന്റെ ബുക്സിൽ പറയുന്നത്. ദെൻ മൈൻഡ് എയിൽമെന്റ്, പ്രൊലോങ്ഡ് മെന്റൽ എക്സേഷൻ. കുറെ നാളുകളായിട്ട് നിൽക്കുന്ന ഒരു മെന്റൽ എക്സേഷന്, കുറെ നാളുകളായിട്ട് ബിസിനസ് ഹറി എല്ലാം കൂടി നിൽക്കുന്ന മെന്റൽ എക്സേഷനിൽ വരുന്ന ഒരു എയിൽമെന്റ്സ് ഇൻഡിക്കേറ്റർ ആണ്. ആൻസൈറ്റി, ഹൈപ്പോകോൺട്രിയ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡിപ്രഷൻ ഫേസിലേക്ക് പോയി ഇവർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, അതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇൻഡിഫറെന്റ് വർക്ക് അവേർഷൻ ടു വർക്ക് വിത്ത്. എല്ലാ ജോലിയോടും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിഫറൻസ് ഇവർക്ക് ഒരു ലാസ്റ്റ് സ്റ്റേജിൽ കാണാൻ പറ്റും. അപ്പോൾ അഗാരിക്കസിനെ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇപ്പോ ഒരു ADHD കേസിൽ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത, കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത, റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി, അവർക്ക് പിന്നെ മറ്റൊരു അഗാരിക്കസിന്റെ സിംറ്റം വിട്ടുപോയത് ഇവർക്ക് മോർണിംഗ് അഗ്രവേഷൻ ആണ്. ഇപ്പൊ കുട്ടികളായി രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര, നമ്മൾ എന്താ മൂശോട്ട് പിടിച്ച സ്വഭാവം എന്നൊക്കെ പറയും. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര അഗ്ലി ആയിരിക്കും, സ്കൂളിൽ പോകാൻ മടിയായിരിക്കും, എണീറ്റ് റെഡിയാകാൻ മടിയായിരിക്കും, കരച്ചില്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടി. പക്ഷെ വൈകുന്നേരം വരുമ്പോൾ അവർ ഓൾട്ടർനേറ്റീവ് സ്റ്റേജിലേക്ക് ഭയങ്കര ചിയർഫുൾ ആയിട്ട് വരുന്ന കുട്ടികളായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റേജും ഇതിൽ കാണാൻ പറ്റും. പിന്നെ അപ്പൊ പിന്നെ ഒരു ഫൂളിഷ് ബിഹേവിയർ, എന്ത് പറഞ്ഞാലും ഒരു ഫൂളിഷ് ടൈപ്പ് ഓഫ് ചൈൽഡിഷ് ബിഹേവിയർ പ്രസന്റ് ചെയ്യാം. എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടുന്നില്ല, ഇവർക്ക് ഒഫൻഡഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീക്ക് ഫീൽഡ് ആയിരിക്കും, ആങ്സൈറ്റി ഉണ്ടാകും, റെസ്പോൺസിബിലിറ്റി കൊടുത്താൽ തീരെ ഏറ്റെടുക്കത്തില്ല. ഇങ്ങനത്തെ ഒരു ഡ്രഗ് പിക്ചർ ആണ് അഗാരിക്കസിൽ വരുന്നത്. ഇപ്പോൾ ADHD കേസിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് അഗാരിക്കസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത രണ്ട് റെമഡി ടാരന്റുലയും ട്യൂബക്കുലിനാണ്. ഈ ടാരന്റുല കുട്ടികൾ ഇതുപോലെ തന്നെ റെസ്റ്റ്ലെസ് ആണ്, അടങ്ങിയിരിക്കത്തില്ല, വയലന്റ് ആങ്കർ ഉണ്ടാവും. ആങ്കർ വന്ന ഒരാളുടെ മുഖത്തേക്ക് തന്നെ സാധനങ്ങൾ വലിച്ചെറിയുന്ന ആൾക്കാരായിരിക്കും ടാരന്റുല. ത്രോയിങ് പേഴ്സൺ അറ്റ്, ഒരാളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ആൾ ട്യൂബക്കുലിനാണ്. ഇനി ഒരാൾ വഴക്ക് പറഞ്ഞാല് അവരുടെ മുഖത്തേക്ക് സാധനങ്ങൾ എറിയുന്ന റെമഡി സ്റ്റാഫിസാഗ്രിയാണ്. ഈ ടാരന്റുലയും ട്യൂബക്കുലിനവും ADHD കേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. കുട്ടി ഒരു ടോയ് വെച്ചിട്ട് ഒരു ടോയ് കൊണ്ട് കുട്ടി എങ്ങനെയാ കളിക്കുക? അവര് കുറെ സമയം ഒരു ടോയ് വെച്ച് കളിക്കും, അല്ലെങ്കിൽ ടോയ്സ് ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു ടോയ് വെച്ച് തന്നെ കുറെ നേരം കളിക്കുകയാണെങ്കിൽ അത് ടാരന്റുല ആവാനാണ് സാധ്യത. ട്യൂബക്കുലിനാണെങ്കിൽ ആ ചേഞ്ചബിലിറ്റി കൊണ്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ടാരന്റുലയുടെ ഏറ്റവും ബിഗ് സിംറ്റം ആണ് കൊയിഷൻ അമിലറേഷൻ. കൊയിഷൻ ഇൻ ദ സെൻസ് അവർ ഏറ്റവും എൻജോയ് ചെയ്ത് മൈൻഡ് അബ്സോർബ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്ലഷർ കണ്ടെത്തും. ഒരു ടോയ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ആ ടോയ് വെച്ച് അവർക്ക് കുറെ നേരം അനങ്ങാണ്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. അതാണ് ടാരന്റുലയുടെ പ്രത്യേകത. പക്ഷെ ട്യൂബക്കുലിനാണെങ്കിൽ ടോയ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരു ടോയ് എടുത്താൽ ഒരു ടോയ് ഇഷ്ടപ്പെട്ട് കളിച്ചു എടുത്താൽ കൃത്യമായിട്ട് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കൂടുതലും കാർസിനോസിൻ വരാനായിട്ടാണ് സാധ്യതയുള്ളത്. ഓക്കെ, ഇത്രയാണ് അഗാരിക്കസിനെ കുറിച്ചുള്ളത്. നെക്സ്റ്റ് റെമഡി ബോവിസ്റ്റ. ബോവിസ്റ്റ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിങ്ങനെ ഒരു ചെറിയ സ്പോറ് പയ്യെ വളർന്ന് സ്വള്ളനായിട്ട് വന്ന് ഒരു കാറ്റടിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും ടച്ച് ചെയ്താലോ ഒറ്റ ബേസ്റ്റിംഗ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സിംറ്റത്തിലും വരുന്നത്. ഇതിങ്ങനെ പയ്യനെ ഒരു സ്വള്ളൻ സെൻസേഷൻ. അതുകൊണ്ടാണ് ബോവിസ്റ്റയിൽ എല്ലായിടത്തും ഒരു സ്വള്ളൻ സെൻസേഷൻ വരും. ഒരു ടൈറ്റ് ക്ലോത്തിങ് ഇവർക്ക് അഗ്രവേഷൻ വരും. പിന്നെ ബോവിസ്റ്റ ഹോട്ട് വെതറിൽ അഗ്രവേഷൻ ഒരു ഹോട്ട് റെമഡിയാണ്, പക്ഷേ ഹോട്ട് റെമഡിയാണ് പക്ഷേ ഹോട്ട് ഫുഡ് കഴിച്ചാൽ ഇവർക്ക് അമിലറേഷൻ ആണ്, കോൾഡ് ഫുഡ് ഇവർക്ക് അഗ്രവേഷനും ആണ്. പിന്നെ ഫുൾ മൂൺ ടൈമിലും ഇവർക്ക് അഗ്രവേഷൻ ആണ്. അപ്പൊ മൊത്തത്തിൽ ഈ ബോവിസ്റ്റേനെ കാണാനായിട്ട് ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഒരു ചൈൽഡ് ആണെങ്കിൽ ഒബീസ് ആയിരിക്കും. ഈ പഫ് എല്ലായിടത്തും ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു പഫിനെസ് എന്ന് പറഞ്ഞ സിംറ്റം തന്നെ ബോവിസ്റ്റയുടെ ഒരു ലീഡിങ് ഇൻഡിക്കേഷൻ ആണ്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഒരു കാൽക്കേരിയ കാർബ് പോലെ ഭയങ്കര ഒബീസ് ആയിരിക്കും, ചബ്ബി ആയിരിക്കും, ലാക്ടോസ് പോലെ ഭയങ്കര ലൊക്കേഷ്യസ് ആയിരിക്കും, ഭയങ്കര സ്വീറ്റ് കുട്ടികളൊക്കെ ആരെന്ത് ചോദിച്ചാലും ചെയ്യാലോ, എന്താ ഡോക്ടറെ അങ്ങനെ ചെയ്യാലോ, ഭയങ്കര ക്യൂട്ടായിട്ട് സ്വീറ്റിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ബോവിസ്റ്റയുടെ പ്രസന്റേഷൻ. നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെ മെയിൻ കോർ സിംറ്റം എന്ന് വെച്ചാൽ ട്രൂത്ത്ഫുൾനെസ്. എന്താ ഒരു ട്രൂത്ത് ടെല്ലിംഗ് പ്ലേ, ഒരു സത്യം അത് സത്യമായിട്ട് അങ്ങോട്ട് വിളിച്ചു പറയാ. അത് എവിടെയാ പറയേണ്ടതെന്ന് നോക്കാണ്ട് സത്യമായിട്ട് അങ്ങോട്ട് വിളിച്ചു പറയാ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കഫ് വന്നു, ഒരു കുട്ടി ഫോളോ അപ്പിനായിട്ട് നെക്സ്റ്റ് ടൈം നമ്മുടെ ക്ലിനിക്കിൽ വന്നിരിക്കാന്ന് വെച്ചോ. അപ്പോ നമ്മൾ ചോദിക്കുകയാണ്, കഴിഞ്ഞ ലാസ്റ്റ് ടൈം മെഡിസിൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അമ്മ പറയാണ് കുഴപ്പമില്ല ഡോക്ടറെ, കുറഞ്ഞായിരുന്നു. അപ്പൊ ഈ കുട്ടി പറയണ, അമ്മേ അങ്ങനെയല്ലല്ലോ, ലാസ്റ്റ് ടൈം മെഡിസിൻ വാങ്ങിച്ചപ്പോ അത് പെട്ടെന്ന് കുറയില്ല, അമ്മയല്ലേ പിന്നെ എനിക്ക് സിറപ്പ് വാങ്ങിച്ചു തന്നിട്ടല്ലേ ആ മെഡിസിൻ കുറഞ്ഞത്, ആ സിംറ്റം കുറഞ്ഞത്. അങ്ങനെ നമുക്കൊരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഒരു ട്രൂത്ത് അങ്ങോട്ട് പറയുക എന്നുള്ളതാണ് ഈ ബോവിസ്റ്റയുടെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ട്രൂത്ത് ടെല്ലിംഗ് പ്ലെയിൻ, ലൊക്കേസിറ്റി, ഓപ്പൺ ഹാർട്ടഡ്. എന്താ എവിടെയാ പറയേണ്ടത്, എല്ലാവരുടെയും പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എല്ലാവരുടെയും പോയി എല്ലാ കാര്യവും പറയും. ഒരു മാനിപ്പുലേഷനും ഇല്ലാത്ത ഒരു പ്രസന്റേഷൻ ആണ് ഈ ബോവിസ്റ്റയിൽ വരുന്നത്. ഇപ്പം അതിന്റെ വേറൊരു അഡൾട്ട് ഇന്റർപ്രിട്ടേഷൻ ലിറ്ററേച്ചറിലൊക്കെ പറയുന്നത്, ഇപ്പൊ ഒരു ഫൈബ്രോയിഡ് ആയിട്ടോ ഒരു മെനറേജി ആയിട്ടോ ഒരു പേഷ്യന്റ് വന്നാൽ അവര് മെനറേജ് ആയിട്ട് പേഷ്യന്റ് വരുമ്പോൾ അവരുടെ എല്ലാ സിംറ്റംസ് നമ്മളോട് പറയുന്നു എന്നുള്ളതാണ്. അവരുടെ സെക്ഷുവൽ സിംറ്റംസ് ഇൻക്ലൂഡിങ് ചേഞ്ച് ഇൻ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മളോട് പറയും. അപ്പൊ അത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട എന്ന് അവർക്കൊരു തിരിച്ചറിവില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ചൈൽഡിഷ് വേയിൽ ട്രൂത്ത്ഫുൾനെസ്, അതാണ് നെയ്വ്, NAIVE. നെയ്വ് എന്ന് വെച്ചാൽ അത്ര നിഷ്കളങ്കമായിട്ട് എല്ലാവരോടും ചെന്നിട്ട് എന്ത് കാര്യങ്ങളും പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കും ബോവിസ്റ്റ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലിനിക്കിൽ വന്ന് ചോദിക്കുക, അപ്പൊ നമ്മൾ ചോദിക്കുക എന്താ മോനെ വരാൻ ലേറ്റ് ആയെന്ന്, ട്യൂഷൻ ഉണ്ടായിരുന്നോ? അല്ല, വരാൻ ലേറ്റ് ആയത് ഞാനിന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അമ്മ വരാൻ ലേറ്റ് ആയത് കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോ അതിനും ലേറ്റ് ആയപ്പോ അച്ഛൻ അമ്മയെ വഴക്ക് പറഞ്ഞു, അപ്പൊ അമ്മ കരഞ്ഞു, അമ്മയ്ക്ക് സങ്കടം വന്നു, അങ്ങനെ അച്ഛൻ അമ്മയെ വഴക്കിട്ടു, അത് കഴിഞ്ഞ് അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പൊ അത്രത്തോളം ഇന്നസെന്റ് ആയിട്ട് ഒരു പറയാൻ പാടില്ല, എന്ത് എവിടെ പറയണമെന്നൊരു ലോജിക്ക് ഇല്ലാണ്ട് പ്രസന്റേഷൻ ആയിരിക്കും ഈ ബോവിസ്റ്റയിൽ വരുന്നത്. ദെൻ അവിടെ ഒരു DD വരുന്ന ട്രൂത്ത് ടെല്ലിംഗ് പ്ലെയിനിന്റെ DD വരുന്നതാണ് ഹയോസൈമസ്, വെറാട്രം ആൻഡ് ടാരന്റുല. ഹയോസൈമസും ടാരന്റുലയും പറയുന്ന പ്രസന്റേഷൻ തന്നെ ഡിഫറെന്റ് ആണ്. ഒരു മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഒരു പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ ബോവിസ്റ്റ ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക.
സ്വീറ്റ് ടു ഡെമോൺസ്ട്രേറ്റീവ് ടു എക്സ്പാൻസീവ്. ഒരു കാര്യം പ്രസന്റ് ചെയ്ത് ഭയങ്കര ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഭയങ്കര എക്സ്പാൻഡ് ചെയ്ത് ഇപ്പൊ ഒരു ഓസ്റ്റിയോആർത്രൈറ്റിസിന് ഒരു പേഷ്യന്റ് വന്ന് വിചാരിക്കുക. അപ്പൊ അവർ പ്രസന്റ് ചെയ്യുന്ന ഡോക്ടർക്ക് അറിയാലോ എന്റെ മോൾക്ക് കുറെ നാൾ കൂടിയാണ് കുഞ്ഞുണ്ടായത്, അപ്പൊ അവന്റെ തല മുട്ടടിക്കാനായിട്ട് ഞങ്ങൾ തിരുപ്പതി പോയായിരുന്നു, അവിടെ ഒത്തിരി ക്യൂ ആയിരുന്നു ഡോക്ടറെ, അങ്ങനെ നിന്ന് എന്റെ മുട്ടിന് ഭയങ്കര വേദന. അവർക്ക് മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അവർ പ്രസന്റ് ചെയ്യുന്ന ആ സിംറ്റത്തെ ഭയങ്കര എക്സ്പാൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ഒരു കുട്ടിയോട് ചോദിക്കാം, മോനെ ഇന്ന് സ്കൂളിൽ എന്തൊക്കെയുണ്ടായിരുന്ന വിശേഷം? ഡോക്ടറെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തു, ടോയ്ലറ്റിൽ പോയി, സ്കൂൾ ബസ് വന്നു, സ്കൂളിൽ പോയി. അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ അവൻ അതിന്റെ പ്രസന്റേഷൻ എക്സ്പാൻഡ് ചെയ്ത് അപ്പൊ അത് ആ വോയിസ്റ്റയുടെ ഒരു ഡോക്ടറിനോ സിഗ്നേച്ചറിന്റെ എല്ലാ സിംറ്റത്തിലും പ്രസന്റ് ചെയ്യുക. ഭയങ്കര സ്വീറ്റിഷ് ആയിട്ട് ആയിരിക്കും അവർ പ്രസന്റ് ചെയ്യുക. ദെൻ ഓൾട്ടർനേറ്റീവ് മൂഡും ഈ ഒരു ഡ്രഗിൽ കാണാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ്. എക്സലറേറ്റർ ഇൻ മോർണിംഗ്, പീവിഷ് ഇൻ ദ ഈവനിങ്. ഓക്കെ, ദെൻ ഇവര് നെക്സ്റ്റ് ഫേസിലേക്ക്, എല്ലാ ഡ്രഗിനും ഒരു എക്സലറേറ്റർ ഫേസും ഒരു സാഡ്നെസ് ഫേസും ഉണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആങ്കർ വിത്ത് വർക്ക് അവേർഷൻ ടു, ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇവർക്ക് ഒരു ആങ്കർ വന്നാൽ അവർ ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല. 2 ഡ്രഗ് അതിൽ വരുന്നുള്ളൂ, ബോവിസ്റ്റാൻ ആൻഡ് മാഗ്നറ്റിസ് ഓസ്ട്രാലിസ്. ഒരു ദേഷ്യം വന്നാൽ ഇവർക്ക് ഒന്നും ചെയ്യാണ്ട് അനങ്ങാണ്ടിരിക്കും. ദേഷ്യം വന്നാൽ ഭയങ്കര വർക്ക് കൂടുന്ന ഒരു റെമഡിയാണ്. ഇപ്പൊ ദേഷ്യം വന്നാൽ തുണി മടക്കുക, പാത്രം കഴുകുക, അങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും വർക്ക് ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന ഒരു റെമഡിയാണ് പ്ലാറ്റിന. ഇവര് ദേഷ്യം വന്നാൽ വർക്കൊന്നും ചെയ്യത്തില്ല. ആങ്കർ വർക്ക് കനോട്ട് റൂബ്രിക്കിൽ വരുന്ന റെമഡിയാണ് കാൽക്കേരിയ ഫോഴ്സ്. ഓക്കെ, ദെൻ മറ്റൊരു സിംറ്റം അവേർഷൻ ടു എവറിത്തിങ് ഇൻ അർട്ടിക്കേരിയ. ഇപ്പൊ ഒരു ബോവിസ്റ്റ അർട്ടിക്കേരിയ റെമഡിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ അർട്ടിക്കേരിയ കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം, ഇപ്പൊ ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റബിലിറ്റി, ഒരു ദേഷ്യം കാണിക്കും അർട്ടിക്കേരിയ സമയത്ത്. ഇതൊരു ക്വാളിഫൈഡ് സിംറ്റം ആണ്. ഇപ്പൊ ഒരു മെന്റൽ സിംറ്റത്തിന്റെ കൂടി ഒരു ഫിസിക്കൽ സിംറ്റം കൂടി വന്നാൽ നമുക്ക് ഷുവർ ആയിട്ട് എടുക്കാവുന്ന ഒരു സിംറ്റം ആണ് ഇങ്ങനത്തെ സിംറ്റംസ്. ക്വാറൽസം ഇൻ അർട്ടിക്കേരിയ, നെർ റെപ്പറ്ററിയിലുള്ള സിംഗിൾ റെമഡിയാണ് ബോവിസ്റ്റ എന്ന് പറയുന്നത്. അർട്ടിക്കേരിയന്റെ സമയത്ത് ക്വാറൽസം. ദെൻ ഇവർക്ക് ഫിയർ ഓഫ് ഡിസീസ് ഉണ്ട്, കാൽക്കേരിയ കാർബ് പോലെ മറ്റു റെമഡീസ് പോലെയും ഫിയർ ഓഫ് ഡിസീസ് ഉണ്ട്. പക്ഷേ അതിലും ഇവർ പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര സ്വീറ്റിഷ് ആയിരിക്കും. ഡോക്ടർ ഇപ്പൊ കൊറോണ ഒക്കെ അല്ലേ, എനിക്ക് ആകെ പേടിയായിട്ട് വരുന്നത്, കാരണം ഞാൻ വീട്ടിൽ എന്തെങ്കിലും പാഴ്സൽ വന്നാൽ കൂടി സാനിറ്റൈസർ ഇട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ടേ വാങ്ങും. സോ അങ്ങനെ എല്ലാം പ്രസന്റ് ചെയ്യുന്ന രീതിക്കാണ് ബോവിസ്റ്റയുടെ സിംറ്റങ്ങളിൽ വ്യത്യാസം വരുന്നത്. ദെൻ അഗാരിക്കസിൽ പോലെ ആ ഒരു പെർസെപ്ഷനിലെ പ്രശ്നമുണ്ട്, മിസ്റ്റേക്ക് ഇൻ സ്പേസ്. ആ ഒരു സ്പേസിന്റെ കാൽക്കുലേഷൻ പ്രശ്നമുള്ള കാരണം ഇവിടെ വേർട്ടേഗോയിൽ അലൻഡ് ഒരു ഒബ്സർവേഷൻ ആണ്. വേർട്ടേഗോ ഒബ്ജക്ട് ടേൺ ബോട്ടം അപ്വേർഡ്, ഒബ്ജക്റ്റ് നേരെ തലകുത്തി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഇവർക്ക് വേർട്ടേഗോയിൽ ഉണ്ടാവുക. പിന്നെ മെൻസസ് അഗ്രവേഷൻ ഉണ്ട്, കൊയിഷൻ അഗ്രവേഷൻ ഉണ്ട്. ദെൻ മെമ്മറി വീക്ക്നെസ് ഉണ്ട്, സാഡ്നെസ്സും ഡിപ്രഷനും ഇൻഡിഫറൻസും അതിന്റെ ഒരു സ്റ്റേജിലേക്ക് പോകും. മറ്റൊരു പ്രത്യേകത, അവിടെ ബോവിസ്റ്റിന്റെ ഒരു പ്രത്യേകത, ഈ സാഡ്നെസിന്റെയും ഡിപ്രഷന്റെയും കൂടെ ഇവർക്ക് സോഷ്യൽ ഫംഗ്ഷൻ ഭയങ്കര അമലറേഷൻ ആണ്. എനിക്ക് കുറെ നാളായിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷേ ഇന്ന് ഡോക്ടർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. സോഷ്യൽ ഫംഗ്ഷൻ അമലറേഷൻ, സോഷ്യൽ ഫംഗ്ഷൻ എന്ന ആ റൂബ്രിക്കിൽ അമലറേഷനിൽ വരുന്ന സിംഗിൾ ഡ്രഗ് ആണ് ബോവിസ്റ്റ എന്ന് പറയുന്നത്. ചിയർഫുൾ ടെൻഡൻസി കമ്പനി ഇൻ, എഗെയിൻ സിംഗിൾ ഡ്രഗ് ബോവിസ്റ്റ തന്നെയാണ്. എലോൺ വെൻ ഇവർക്ക് അഗ്രവേഷൻ ആണ്. അത് മാത്രമല്ല ചൈൽഡിഷ് ബിഹേവിയർ, എന്താ പറയുക, ഇപ്പം ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊത്തി ഇങ്ങനെ കുട്ടികൾ ചിരിക്കുന്ന പോലെ ഇങ്ങനെ ചിരിക്കത്തില്ലേ, ആ ഒരു പ്രസന്റേഷൻ ഇവർക്ക് ബോവിസ്റ്റയിൽ വരുന്ന ഒരു പ്രസന്റേഷൻ ആണ്. ദെൻ ആൻസൈറ്റി, ട്രിമുലസ്നെസ്, ഭയങ്കര ടെൻഷൻ അടിക്കുമ്പോൾ കുട്ടികൾ കാണിക്കുന്ന പോലെ അയ്യോ എന്താ ചെയ്യാ ഇങ്ങനെ കൈയൊക്കെ കളിപ്പിച്ച് ഹാൻഡിൽ ഭയങ്കര ട്രെമുലസ്നെസ് കാണിക്കുന്ന ഡ്രഗും ബോവിസ്റ്റയാണ്. അപ്പൊ ആ ഒരു ചൈൽഡിഷ് ബിഹേവിയറും ആൻസൈറ്റി ട്രെമുലസ്നെസ്സും ഒക്കെ ബോവിസ്റ്റയിൽ വരുന്ന ഒരു സിംറ്റം ആണ്. ഇതിന്റെ ഫിസിക്കൽ സിംറ്റംസ്, അർട്ടിക്കേരിയ സിംറ്റംസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല. ദെൻ 2-3 ഇമ്പോർട്ടൻറ്റ് കേസുകൾ മാത്രം ലിറ്ററേച്ചറിൽ പറയാം. കോളിക് കേസിൽ കൊളോസിൻ ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു കേസിൽ അതിന്റെ ഒരേ ഒരു സിംറ്റം എടുത്തിട്ടുണ്ട്, ഈറ്റിംഗ് അമലറേഷനും പാസിംഗ് റെഡ് യൂറിൻ. ബോവിസ്റ്റ 3X ആയിരുന്നു ക്ലാർക്ക് കൊടുത്ത മെഡിസിൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പാരാഓവേറിയൻ സിസ്റ്റ് ആൻഡ് ഡാർക്ക് ക്ലോട്ടഡ് മെൻസസിലെ ഒരു കേസിൽ ക്ലോത്തിങ് ലാക്കസിനെ പോലെ തന്നെ ക്ലോത്തിങ് അഗ്രവേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം ഡയേറിയ, ബോവിസ്റ്റയുടെ സിംറ്റം അറിയാമല്ലോ നമുക്ക്, ഡയേറിയ, മെൻസസിന്റെ ടൈമിൽ ഡയേറിയ ഉണ്ടാവും. പിന്നെ അതിന്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് കിടക്കുന്ന സമയത്തായിരിക്കും ധാരാളം യൂട്രൈൻ ബ്ലീഡിംഗ് ഉണ്ടാവുക, എണീക്കുന്ന സമയത്ത് ബ്ലീഡിംഗ് കുറവായിരിക്കും. ആൻഡ് മെൻസസ് ടൈമിൽ അഗ്രവേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സിംറ്റം വെച്ചിട്ടും ബോവിസ്റ്റ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായത്. ബോവിസ്റ്റ ഏകദേശം കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡ്രഗ്
നെക്സ്റ്റ് റെമഡി സീക്വൽ കോർ ആണ്. സീക്വൽ കോറിനെ കുറിച്ച് നമുക്കറിയാം, ആൽസാബിന്റെ പോലത്തെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, അതിന്റെ പോലത്തെ ബേണിംഗ് സെൻസേഷൻ ഉണ്ട്. അകത്തൊക്കെ ബ്ലഡ് വെസൽസ് ഒക്കെ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ബേണിംഗ് ആയിട്ട് തീ പുകയുന്ന ഒരു സെൻസേഷൻ ആയിരിക്കും ബൊബിസ്റ്റയ്ക്ക് ഉണ്ടാവുക. തൊട്ട് നോക്കിയാൽ തണുപ്പായിരിക്കും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തേഴ്സ്റ്റി ഫുൾ ഐസി കോൾഡ് വാട്ടറും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരു മൈൻഡ് പിക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ സർക്കാസം ആൻഡ് കണ്ടന്റ് മൊത്തം എനിക്ക് ഈ പിക്ചറിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു പരിഹാസമായ മുഖം, ഒരു എല്ലാരും നിന്ദിക്കുന്ന ഒരു മുഖം, സാർഡോണിക് ലാഫിംഗ്, പരിഹാസച്ചിരി, ഒരു ആക്ഷേപം, എല്ലാവരും കളിയാക്കുക, ആരെ കണ്ടാലും മോക്ക് ചെയ്യുക, കളിയാക്കുക, സാർഡോണിക് ലാഫിംഗ്, ഡിസയർ സറ്റയർ, എല്ലാത്തിനെയും കളിയാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സെൻസോറീസ് ആൻഡ് വിഷ്യസ്, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുക, എല്ലാത്തിനും ഒരു മോശം രീതിയിൽ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്ന, എല്ലാത്തിനും പുച്ഛമുള്ള, അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ഒരു റെമഡി ആയിരിക്കും സീക്വൽ കോർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ മൈൻഡ് എത്രത്തോളം ഡീപ്പ് ആവുന്ന പോലെ തന്നെ നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് പറയാം, അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ അതിന്റെ ഫിസിക്കൽ പ്രസന്റേഷനിലും കാണാൻ പറ്റും. ഇതിന്റെ പ്രൂവിങ്ങിൽ കിട്ടിയ മറ്റു സിംറ്റംസ് ആണ് മറ്റുള്ളവരുടെ മുഖത്തേക്ക് തുപ്പുക, സ്പിറ്റഡ് ഫേസ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ അത് ഒരു സൈഡ് പ്രസന്റേഷൻ. നെക്സ്റ്റ് സൈഡ് പ്രസന്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ. ഒരു അൾഷിമേഴ്സ് ഡിസീസ് ഒരു പേഷ്യന്റ് ഇരിക്കുന്ന പോലെ, അൾഷിമേഴ്സ് ഡിസീസിൽ ഒരു പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്ന പോലെ നിൽക്കുന്ന ഒരു പ്രസന്റേഷൻ, ഒരു ഡൾനെസ് ആൻഡ് സ്റ്റുപ്പിഡ് സെൻസേഷനും ഇതിന്റെ പ്രസന്റേഷനിൽ വരാം. അങ്ങനെ എല്ലാത്തിനോടും ഒരു ഇൻഡിഫറൻസ്. ഷെയിംലെസ് എക്സ്പോഷർ ദ പേഴ്സൺ. കുറച്ചു നാൾ മുന്നേ ഒരു ലൂക്കോറി ആയിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞ്, ഡോക്ടറെ ഇവള് ചൊറിയുന്ന കണ്ട നമുക്ക് തന്നെ നാണം വരും, ബെഡിൽ കയറി കഴിഞ്ഞിട്ട് ഡ്രസ്സ് എല്ലാം പൊക്കി വെച്ചിട്ട് മാന്തലാണ്. ഷെയിംലെസ് എക്സ്പോസ് ദ പേഴ്സൺ, അതിൽ വരുന്ന ഒരു റെമഡിയാണ് സീക്വൽ കോർ. ഇപ്പൊ നമുക്ക് കൂടുതലും കിട്ടുക പ്യൂപ്പേറിയ മാനിയ പോലത്തെ കണ്ടീഷൻസിലാണ്. പേഷ്യന്റ് അത്രത്തോളം ഇവർക്ക് ആ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് അത്രത്തോളം ബേണിംഗ് സിവിയർ ആയിട്ടുള്ള വജൈനൊക്കെ ഇതൊക്കെ ചൂടുവെള്ളം ഒഴിച്ച പോലത്തെ ബേണിംഗ് ആയിരിക്കും എന്നാ പറയുന്നത്. അത്രത്തോളം ആ ഒരു ബേണിംഗ് വന്നിട്ട് എക്സ്പോസ് ചെയ്യുന്നതാണ്. മാനിയ പേഷ്യന്റ് നമുക്ക് കിട്ടും, അതല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ലൂക്കോറിയ കണ്ടീഷൻസിലും ആ വജൈനൽ ഇച്ചിങ്ങിൽ കിട്ടുന്ന ഒരു സിംറ്റം ആണ്. ഇൻടോളറബിൾ ഇച്ചിങ് ആയിരിക്കും. ഇപ്പൊ മെനറേജി ആയാലും മെട്രേജി ആയാലും അതിന്റെ കൂടെ സീക്വൽ കോർ വരണമെങ്കിൽ നമുക്ക് ഇൻടോളറബിൾ ഇച്ചിങ് ആൻഡ് ബേണിംഗ് ഇൻ ദ വജൈന ഉണ്ടെങ്കിൽ സീക്വൽ കോർ കൊടുക്കാം. ആ ബേണിംഗ് വന്നിട്ട് ടിയറിംഗ് ദ ജനൈറ്റൽ പാർട്ട്, അത്രത്തോളം ഒരു ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന്റെ മെയിൻ ഒരു കോർ റൂബ്രിക് ആണ് ഫിയർ മിസ്ഫോർച്യൂൺ ലോസിങ് സംതിങ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. ഇവർക്കുള്ള എന്തോ വലിയ കാര്യം നഷ്ടപ്പെടുന്ന പോലെ, അതുപോലത്തെ ഒരു സംതിങ് ഗ്രേറ്റ് സംഭവം നഷ്ടപ്പെടാൻ പോകുന്ന പോലുള്ള ഒരു ഫിയർ ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർക്ക് എപ്പോഴും അബോഷൻസിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്ന റെമഡി. ഇപ്പൊ ഒരു അബോഷൻ കഴിഞ്ഞിട്ട് വരുന്ന കംപ്ലൈന്റ്, ഇപ്പൊ ഒരു അബോഷൻ കഴിഞ്ഞിട്ട് പേഷ്യന്റ് പറയാണ് മുടി പോകുന്നു, ഉറക്കമില്ല, ക്ഷീണം, തളർച്ച, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനത്തെ പ്രസന്റേഷനിൽ വരുന്ന റെമഡിയാണ് സീക്വൽ കോർ. ടെൻഡൻസി ടു അബോഷൻസ് ഇൻ ഫ്ലാബി വുമൺ. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സീക്വൽ കോറിന്റെ. അപ്പൊ അങ്ങനത്തെ വുമൻസിൽ വരുന്ന അബോഷൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഇവിടെ ഒരു പിപ്പേറിയൽ മാനിയ പറയുമ്പോൾ ലാഫിംഗ് ഹെർ സെൽഫ്, ക്ലാപ്പ് ഹാൻഡ് ഓവർ ദ ഹെഡ്, കൈയൊക്കെ തലയ്ക്ക് മുകളിൽ കൊട്ടിപ്പിടിച്ച് കൈ കൊട്ടിയിരിക്കുന്ന ലെവലിലേക്ക് ചെല്ലുന്ന ഒരു മാഡ്നെസ് ആയിരിക്കും ഇവർക്ക് പിപ്പേറിയൽ മാനിയയിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ഫിയറും ഉണ്ട്. നേരത്തെ അഗാരിക്കസിൽ പറഞ്ഞു ബൊവിസ്റ്റയിൽ എല്ലാം ഫിയർ ഉണ്ട്. അതുപോലെ ഇവരുടെ ഫിയർ മറ്റൊരു തരത്തിലാണ്. ഫിയർ ഓഫ് എനിമി, ഡെലൂഷൻ, മേർഡേർഡ് കൊല്ലുമോ എന്നുള്ള ഒരു ഡെലൂഷൻ. അപ്പൊ അത് കാരണം ഭയങ്കര റെസ്റ്റ്ലെസ് സ്ലീപ്പ് ആയിരിക്കും. ഡേഞ്ചർ ഡ്രീംസ് ആയിരിക്കും ഇവരുടെ ഡ്രീംസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വീടെല്ലാം തീ കൊണ്ട് നശിച്ചു, ഇപ്പൊ കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പെടുന്ന ഒരു ഓർമ്മയിൽ അവർ ചുറ്റും പാമ്പുകൾ വന്ന് അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഒന്നീന്ന് രക്ഷപ്പെടുമ്പോൾ അടുത്തൊരു ത്രെട്ടണിങ് ആയിട്ടുള്ള സംഭവം വരുന്നത്. അതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചർ ഡ്രീംസ് ആയിരിക്കും ഇവരുടെ പ്രസന്റേഷനിൽ വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ജെറിയാട്രിക്സിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് സീക്വൽ കോർ. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കണ്ടീഷനിലും അതുപോലെ തന്നെ അതെറോസ്ക്ലിറോസിസ് കണ്ടീഷൻസിലും ഒക്കെ വളരെയധികം ഇൻഡിക്കേറ്റർ ആണ്. അവിടെ അതിന്റെ ഒരു കീ ഇൻഡിക്കേഷൻ ഇതിൽ ലിറ്ററേച്ചറിൽ പറയുന്നത് നംബ്നെസ്, പേഷ്യന്റ് കുഡിന്റ് ഫീൽ ദ പാർട്ട്. മരച്ചിട്ട് എന്റെ കൈ എവിടെയാ ഇരിക്കുന്നത്, കാല് എവിടെയാ ഇരിക്കുന്നത്, എങ്ങനെയാണ് പൊസിഷൻ എന്നുള്ള ആ ഒരു ഐഡന്റിഫിക്കേഷൻ പോകുന്ന രീതിയിലുള്ള ഒരു നംബ്നെസ് ആയിരിക്കും ഇതിന്റെ ഒരു കീ ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത്.
പിന്നെ എല്ലാ ഫംഗൽ റെമഡീസിലുള്ള പോലെ തന്നെ ഒരു മുറിവ് സിക്കൽ ഗാംഗ്രീന്റെ മെഡിസിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു ഗാംഗ്രീനിൽ അടച്ചു വെച്ചും തുറക്കുമ്പോഴത്തേക്കും ഹൊറിബിൾ ആയിട്ടുള്ള ഒഫൻസീവ്നെസ് ആയിരിക്കും റൂമിൽ മൊത്തം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ കാർബൺ ഗ്രൂപ്പിന്റെ പ്രസന്റേഷൻ ഉള്ള പോലെ ഈ ഒരു ഗാംഗ്രീൻ അതൊരു ഒരു ബ്ലാക്കിഷ് കളറിൽ ഉള്ള ഒരു ഗാംഗ്രീന്റെ പ്രസന്റേഷൻ ആയിരിക്കും സിക്കൽ കോറിൽ ഉണ്ടാവുക. ഭയങ്കര ഒഫൻസീവ്നെസ് ഉണ്ടാകും. ദെൻ ഈ ബ്ലാക്കിഷ്നെസ് ഓഫ് ദ എക്സ്റ്റേണൽ പാർട്ടിലേക്ക് മൊത്തം അവിടേക്ക് ഒരു ബ്ലാക്കിഷ്നെസ് വരുമ്പോഴും സിക്കൽ കോർ ഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ പിന്നെ ഫൊർഗെറ്റ്ഫുൾനെസ്, കൊയിഷൻ എല്ലാ റെമഡീസിലും അഗ്രവേഷൻ ആയിട്ട് നമുക്ക് ഉണ്ട്. ഇവർക്കും ഉണ്ട് കൊയിഷൻ അഗ്രവേഷൻ സിക്കൽ കോറിന്. എന്താണെന്ന് വെച്ചാല് ഫൊർഗെറ്റ്ഫുൾനെസ് കൊയിഷൻ ആഫ്റ്റർ, കൊയിഷൻ കഴിഞ്ഞിട്ട് ആകെ ഒരു വന്നതാ ഫൊർഗെറ്റ്ഫുൾനെസ്. ദെൻ ഫൂളിഷ് ബിഹേവിയർ, സ്പാസം ഡ്യൂറിങ്, ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് സ്റ്റേജ് ഫംഗൽ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ റെമഡീസിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നെക്സ്റ്റ് റെമഡിയിലേക്ക് പോവാണ്. ഹിസ്റ്റലാഗോ ഒരു ഹോട്ട് റെമഡിയാണ്. ഫെയിൻഡ് ഇൻ ദ വാം റൂം, ഒരു ചൂടടിച്ചാല് തലകറങ്ങുന്ന രീതിയിലുള്ള ഒരു ഹോട്ട് റെമഡിയാണ് ഹിസ്റ്റലാഗോ എന്ന് പറയുന്നത്. ഹോട്ട് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും ഹിസ്റ്റലാഗോ ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ സെപ്പിയിലെ കാണുന്ന പോലെ ഒരു കോപ്പർ കളേർഡ് സ്പോട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുഖത്തൊക്കെ ഒരു കോപ്പർ കളേർഡ് സിഫിലിസിലൊക്കെ ഉള്ള പോലെ ഒരു ഇതും ഇതിൽ കാണാൻ പറ്റും. ഇതിന്റെ മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഡിറേഞ്ച്ഡ് സെക്ഷുവാലിറ്റി. ഇപ്പൊ ഒരു മെനറേജിയ മെട്രേജിയ കണ്ടീഷൻസിൽ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മെനോപോസൽ വിമൻസിൽ ഇൻക്രീസ്ഡ് സെക്ഷുവൽ ഡിസയർ ഉണ്ടെങ്കിൽ ഹിസ്റ്റലാഗോ ഒരു വെരി ഗുഡ് മെഡിസിൻ ആണ്. അവർക്ക് ആ ഒരു സമയത്ത് എക്സസീവ് ഡിസയർ ഫോർ മാസ്റ്റർബേഷൻ, അത് ഒരു കോമൺ നോർമൽ ഏജിലല്ല കൂടുതൽ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത്. ഈ ഒരു സിംറ്റത്തിന് കൂടുതലും പ്രാധാന്യം വരുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് മെനോപോസൽ ഏജിലാണ്. ആ ഒരു ഏജിൽ ഈ ഒരു സിംറ്റം കിട്ടിയ ഹിസ്റ്റലാഗോ ഇസ് ദ മെഡിസിൻ. Then high sexual desire in pre and post menopausal age, irritable desire to masturbate. പിന്നെ മറ്റൊരു ഇൻഡിക്കേഷൻ കൺജഷൻ ആണ്. ഈ ഒരു ക്ലൈമാറ്റിക് ഏജിൽ വരുന്ന കൺജഷൻ പല ലെവലിൽ ഇതിനകത്ത് വരാം. കൺജഷൻ ഹെഡിൽ വന്നിട്ട് തലയിൽ നിന്ന് മുടി പോവുക, ഒരു അലോപ്ലേഷ്യ ഏറേറ്റിക്ക് ഒരു സ്പെസിഫിക് ഡ്രഗ് പോലെ പലരും കൊടുക്കാനുള്ള ഒരു റെമഡിയാണ് ഹിസ്റ്റലാഗോ. പക്ഷേ ആ ഒരു മെനോപോസൽ ഏജിൽ വരുന്ന ഒരു കൺജഷൻ കുറച്ചും കൂടി ഹിസ്റ്റലാഗോ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ മെനോപോസൽ ഏജിൽ വരുന്ന ആർട്ടിക്കേരിയ, ബോഡി ചൂടായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഹിസ്റ്റലാഗോ ഭയങ്കര ഹോട്ടാണെന്ന്. അപ്പൊ ഇവരുടെ ആർട്ടിക്കേരിയ വരെ ഒത്തിരി എക്സസൈസ് ചെയ്ത് ബോഡി ചൂടാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആർട്ടിക്കേരിയ ഡെവലപ്പ് ചെയ്യുക, ബ്ലീഡിങ് ഡെവലപ്പ് ചെയ്യുക. ഹിസ്റ്റലാഗോന്റെ ബ്ലീഡിങ് അതിന്റെ ഇൻഡിക്കേഷൻ ഈ ഒരു നിംഫോമാനിയ കൂടി വരുമ്പോഴത്തേക്കുമാണ്. അതുപോലെ തന്നെ മൈൻഡിൽ എല്ലാ ഫംഗൽ റെമഡീസിലും പോലെ ഒരു സാഡ്നെസ്സും ഡിപ്രഷനും കാണാൻ പറ്റും. കോപ്പർ കളേർഡ് സ്പോട്ടും ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ഇതിന്റെ ഒരു കീ ഇൻഡിക്കേഷൻ പറഞ്ഞാൽ ഹിസ്റ്റലാഗോ കുറച്ചും കൂടി സിഫിലിറ്റിക്കിലേക്ക് പോകുന്ന റെമഡിയാണ്. പെയിൻഫുൾ ഡിസ്ട്രക്ഷൻ ഓഫ് നെയിൽസ്, ആ നെയിൽസ് പോകും, മുടി പോകും. ഇത് രണ്ടും ഹിസ്റ്റലാഗോന്റെ ഒരു കോമൺ പ്രസന്റേഷൻ ആണ്. പിന്നെ നമ്മള് മെസ്സേറിയത്തിലേക്ക് പറയുന്ന പോലെ തിക് ക്രസ്റ്റ് ഇൻ ദ സ്കാൽപ്പ്, ഇച്ച് ആൻഡ് ബേൺ, എക്സസൈസ് കഴിയുമ്പോഴത്തേക്കും ബോഡി ചൂടാകുമ്പോഴത്തേക്കും അത് ഇച്ച് ചെയ്യുക, ബേൺ ചെയ്യുക, അതുപോലെ പ്രസന്റേഷനും ഹിസ്റ്റലാഗോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. ഈ മെനറേജിയയുടെ ഒരു ഡിഫറൻസിയേഷൻ ആണ്. എനിക്ക് ഞാൻ എല്ലാ റെമഡീസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് സ്ലൈഡ് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്യട്ടെ മാഡം, അല്ലെങ്കിൽ സമയം കിട്ടിയില്ലെങ്കിലോ? അതെ, നമ്മൾ സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരുപാട് സ്പീഡിൽ പോയാൽ ആർക്കും ഒന്നും എഴുതിയെടുക്കാനും ഒന്നും പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമതൊരു സെക്ഷനായിട്ട് വേണേലും വെക്കാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് അങ്ങ് സ്പീഡിൽ മെഡിസിൻ പറഞ്ഞു പോവല്ലേ. ഓക്കെ മാം. ഈ സ്ലൈഡ് സ്കിപ്പ് ചെയ്ത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് പറയാം. ഇത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഡോക്ടർക്ക് സൗകര്യമുള്ള ദിവസം ഇതിന്റെ രണ്ടാം ഭാഗം വെക്കാം. കാരണം അത്രയ്ക്ക് ഗംഭീരമായ ഒരു പ്രസന്റേഷൻ, വെറും വായിച്ചു പോകുകയല്ല, ഉള്ളിന്റെ ഉള്ളിൽ കഥയായിട്ട് തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നല്ലപോലെ അഭിനയിച്ച് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഈ മരുന്ന് ആരും മറക്കില്ല. ഓക്കെ സാർ, ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് പറയട്ടെ സാർ? നെക്സ്റ്റ് റെമഡി പറയട്ടെ? ആ. ഓക്കെ, കാൻഡിഡ ആൽബിക്കൻസ് നമുക്ക് ഫീമെയിൽ കണ്ടീഷനിൽ, ല്യൂക്കോറിയ കണ്ടീഷൻസിലൊക്കെ ഇച്ചിങ്ങും ഒരു ആഫ്റ്റേ കണ്ടീഷനൊക്കെ വരുമ്പോൾ എല്ലാവരും കൊടുക്കുന്ന റെമഡിയാണ്. കുറച്ചും കൂടി നമ്മൾ ആ ഡ്രഗിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ തീം ടു മച്ച് ഓഫ് ആന്റിബയോട്ടിക്, ടു മച്ച് ഓഫ് സ്ട്രെസ്. ഇപ്പൊ ഒരു മോഡേൺ വേൾഡിൽ നമുക്കൊരു ആന്റിബയോട്ടിക് മയാസം എന്നൊരു പേര് കൊടുത്ത ഒരു ഡ്രഗിനെ വിളിക്കാമെങ്കിൽ അത്
നമ്മുടെ കാൻഡിഡ ആൽബിക്കൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അത്രത്തോളം ഈ ഒരു ലൈഫിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാണ് എല്ലാവർക്കും. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പെട്ടെന്ന് തന്നെ മരുന്ന് കഴിച്ച് മാറ്റുക, ആന്റിബയോട്ടിക് എടുക്കുക, അങ്ങനെയുള്ള പോകുന്ന ഇപ്പൊ ടു മച്ച് ഓഫ് സ്ട്രെസ്സും ഇതിന്റെ ഒരു മൈൻഡിൽ വരുന്ന ഒരു സിംറ്റം ആണ്. ഇപ്പൊ ഒരു കൂടുതൽ ഇൻഡിക്കേഷൻ പറയുന്നത് സിംഗിൾ മദേഴ്സ് ഒക്കെ ഇല്ലേ, അച്ഛൻ കൂടെ ഇല്ലാണ്ട് കുട്ടികളെ വളർത്തുന്ന അമ്മമാര്, അവർക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ടു റഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു, ടു മച്ച് സ്ട്രെസ്, എല്ലാം ടു മച്ച് ആയിട്ട് ഓവറായിട്ട് പോകുന്ന ആ ഒരു മൈൻഡിലും കൂടുതൽ ആന്റിബയോട്ടിക് എടുക്കുന്ന കണ്ടീഷൻസിലും, ആന്റിബയോട്ടിക് തന്നെ വേണമെന്നില്ല, ഈ ഒരു ടു മച്ച് സ്ട്രെസ് തന്നെ ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. അപ്പൊ അവർക്ക് അവരുടെ മൈൻഡിൽ നമ്മൾ ഈ ഫംഗൽ റെമഡീസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇമ്പൾസ് ടു ഡിസ്ട്രോയ് എവറിത്തിങ് പറയുന്നുണ്ട്, സ്മാഷ് എവറിത്തിങ് ഇൻ ടു ദ പീസസ്, അത്രത്തോളം ആ ഡിസ്ട്രക്റ്റീവ്നെസ്സും ഇവരുടെ മൈൻഡിൽ എല്ലാ ഫംഗൽ റെമഡീസിലും ഉണ്ട്. അപ്പൊ ഈ പേഷ്യന്റിൽ വരുന്ന വജൈനൽ ആഫ്തയ്ക്കോ വജൈനൽ ല്യൂക്കോറിയയ്ക്കോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇൻ ദ നെയിൽസിലോ അല്ലെങ്കിൽ ഒരു GI2 ഡിസ്റ്റർബൻസ്, കോൺസ്റ്റിപ്പേഷൻ അതുപോലുള്ള കംപ്ലൈൻസിലൊക്കെ നമുക്ക് കാൻഡിഡ ആൽബിക്കൻസ് എന്തായാലും ഉപയോഗിക്കാം. അതിന്റെ മെയിൻ ഇൻഡിക്കേഷൻ ഈ ആന്റിബയോട്ടിക്കും ഇതിന്റെ ഒരു തീം തന്നെയാണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടിയോന്ന് അറിയില്ല. നെക്സ്റ്റ് റെമഡി സൈലോസൈഡ് ക്യൂബൻസിസ്. ഇതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഇപ്പൊ ധാരാളം നടന്നു വരുന്നതാണ്. ഇത് മാജിക് മഷ്റൂമില്ലേ, നമ്മുടെ ഫിലിം സ്റ്റാർ ലെനയൊക്കെ ഉപയോഗിച്ചെന്നും പറഞ്ഞ് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അവര് പറഞ്ഞൊരു സിംറ്റം, ഇവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ദൈവത്തോട് സംസാരിക്കാൻ തോന്നുന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു കളറും ഭയങ്കര കട്ട് സെക്ഷനിൽ ഇച്ചിരി ക്ലിയർ അല്ല. കട്ട് സെക്ഷൻ ചെയ്താൽ ഇതിന്റെ കളർ ഇങ്ങനെ ഫസ്റ്റ് ഈ ഒരു ബ്ലൂ കളർ ആയിരിക്കും, പിന്നെ ഈ കളർ മാറി വേറൊരു കളർ ആവും. അപ്പൊ അത്രത്തോളം ചേഞ്ചബിലിറ്റി ഉള്ള ഒരു ഇതാണ് ഈ മാജിക് മഷ്റൂം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ ഷിസോഫ്രീനിയ കണ്ടീഷൻസിൽ. ഇപ്പൊ ഞാനൊരു ക്ലാസ്സിൽ കേട്ട ഒരു കേസിന്റെ കാര്യമാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു 35 വയസ്സൊക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പൊ പറഞ്ഞു ഒരു ദിവസം ഇങ്ങനെ ജോലിക്ക് പോക്കും എല്ലാം നിർത്തി, പിന്നെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും എന്താ പറയാ, നമ്മള് ഇപ്പൊ അനുഗ്രഹം കൊടുക്കാന്ന് പറയില്ലേ, ദൈവങ്ങൾ അനുഗ്രഹം കൊടുക്കുക, വെളിപാട് നൽകുക എന്നൊക്കെ ഇവിടുത്തെ ഭാഷയിൽ പറയും, അരുള് കൊടുക്കുക എന്നൊക്കെ തമിഴിലൊക്കെ പറയും, കറക്റ്റ് എവിടെയും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രസന്റേഷൻ, ഞാൻ തന്നെ ദൈവമാണെന്ന് വിചാരിച്ച് എല്ലാവർക്കും എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും, ഞാൻ ദൈവമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഷിസോഫ്രീനി കണ്ടീഷനിൽ ഈ ഒരു പ്രസന്റേഷൻ വരുവാണെങ്കിൽ ഈസ്റ്റലാഗോ നല്ലൊരു മെഡിസിൻ ആണ്. അപ്പോ മറ്റൊരു റെമഡി ഇങ്ങനെ നമുക്കൊരു സിമിലാരിറ്റി തോന്നുന്നത് വെറാട്രമാൽബാണ്. വെറാട്രമാൽബിന്റെ ഒരു ഫീലിംഗും ഐ ആം ദ മെസ്സഞ്ചർ ഫ്രം ദ ഗോഡ്, എന്നെ ദൈവം ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ളതാണ് വെറാട്രമാൽബിന്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈലോസെപ് ക്യൂബൻസിസ് ഇപ്പൊ കൂടുതലായിട്ടും യൂസ് ചെയ്ത് സ്റ്റഡീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ് ആണ്. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ടോറുള സെർവിസി, ഇത് ഒരു സൈക്കോട്ടിക് മയാസത്തിൽ വരുന്ന റെമഡിയാണ്. ചിൽഡ്രൻസ് തൂജ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തൂജ സാധാരണ കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ വന്നിട്ട് ഇപ്പൊ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തൂജ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനും തൂജ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം റിസൾട്ട് കിട്ടാതെ ഒരു കേസിൽ ഈ റെമഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. 30 ആണ് പറയുന്നത്, പക്ഷെ 30 കിട്ടാത്തത് 200 കൊടുത്തു. ഒരു 3-4 ഡോസ് വാട്ടർ ഡോസിൽ കൊടുത്തിട്ട് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കേസ് കിട്ടിയത്, കാരണം അത് കൊടുക്കാൻ പറ്റി. പക്ഷെ എന്നാലും നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായി. അപ്പൊ സൈക്കോട്ടിക് മെഡിസിനിൽ ഇമ്മ്യൂണൈസേഷൻ വേണ്ടി കുട്ടികൾ വരുന്ന കോൺസ്റ്റിപ്പേഷൻ, അത് കുട്ടികളിൽ വരുന്ന കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല, ഈ സൈക്കോട്ടിക് മയാസം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ അമ്മയ്ക്ക് പ്രഗ്നൻസി ടൈമിൽ ധാരാളം സ്കിൻ കംപ്ലൈന്റ് ഉണ്ട്, റിംഗ് വേം ഉണ്ട്, അലർജി ഉണ്ട്. അങ്ങനെ ഒരു സൈക്കോട്ടിക് പ്രിഡോമിനൻസ് ഉള്ള പാരന്റ്സിൽ ജനിക്കുന്ന കുട്ടിക്കായാലും മൾട്ടിപ്പിൾ അലർജി ഡെവലപ്പ് ചെയ്യുക, പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എപ്പോഴും ഉണ്ടാവുക, അതുപോലുള്ള പ്രസന്റേഷനിലും റിക്കറന്റ് ആയിട്ട് ബോയിൽ ഉണ്ടാവുക, റിംഗ് വേം ഉണ്ടാവുക, അതുപോലുള്ള സൈക്കോട്ടിക് മാനിഫെസ്റ്റേഷനിലും ഈ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഹെഡ് ഏക്ക്, ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഹെഡ് ഏക്ക് ഇൻ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വേർസ്റ്റ് ഹെഡ് ഏക്കിന് തൂജ പോലെ ചിന്തിക്കാവുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻ ആണ് ടോറുള സെർവിസി. അതുപോലെ തന്നെ വീസിങ് ഉണ്ടാകും, സ്നീസിങ് ഉണ്ടാകും, കോൾഡ് അടിച്ചാൽ കൂടുന്ന അലർജി കംപ്ലൈന്റ് ഇവർക്കും ഉണ്ടാവും. നെക്സ്റ്റ് സ്ലൈഡ്. മറ്റൊരു സിംറ്റം ഇവർക്ക് മെഡോറിനം പോലെ തന്നെ ഒരു ഡ്വാർഫിഷ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. കോൾഡ് എക്സ്ട്രിമിറ്റീസ് ഉണ്ടാവും, റെസ്റ്റ്ലെസ് സ്ലീപ്പ് ഉണ്ടാകും. നെക്സ്റ്റ് റെമഡി സ്നിയ ബാർബേറ്റ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന റെമഡിയാണ് സ്നിയ ബാർബേറ്റ. കൺജസ്റ്റീവ് ഹെഡ് ഏക്കിന് കൊടുക്കുന്ന റെമഡിയാണ്. അപ്പൊ അതിന്റെ മെയിൻ ഫീലിംഗ് എന്താണ്, തല
പുറത്തേക്ക് തള്ളി വരിക, ടെമ്പിൾസ് ആൻഡ് ഐ വുഡ് ബേഴ്സ് ഫ്രം ദ സോക്കറ്റ്, പൊട്ടി വരിക എന്നുള്ള സെൻസേഷൻ. അപ്പൊ ഇവിടെയും ഈ ഒരു ഫംഗൽ റെമഡിയുടെ ഒരു ഡോക്ടറിന് ഇവിടെയും കാണാൻ പറ്റും. പേഷ്യന്റ് വൈൽഡ് വിത്ത് പെയിൻ, യോ ഡോക്ടർ എന്തെങ്കിലും ചെയ്യും, വേണോണ്ട് സഹിക്കാൻ വയ്യ, ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യും ഡോക്ടർ, എന്തെങ്കിലും ചെയ്യും ഡോക്ടറെ എന്ന് പറഞ്ഞ് വൈൽഡ് വിത്ത് പെയിൻ ആണ് ഇതിന്റെ മെയിൻ ഒരു ഇൻഡിക്കേഷൻ പറയുന്നത്. അപ്പോൾ അതിൽ ടിഞ്ചറൻ 12C ആണ് പറയുന്നത്. 12Cയും 30യും യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് യുസ്നിയ ബാൽബിയത്തെ കൺജസ്റ്റീവ് ഹെഡേക്ക് ആണെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ പേഷ്യന്റ് ഗോ വൈൽഡ് വിത്ത് പെയിൻ. ഈ ഫംഗൽ ഗ്രൂപ്പിൽ എല്ലാത്തിലും ഒരു ലെവലിൽ നമുക്ക് എക്സ്ട്രീം കാണാൻ പറ്റും, മറ്റേ ലെവൽ ഡിപ്രഷനും അതിന്റെ എക്സ്ട്രീമിൽ കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് റെമഡി സൊളാനം ട്യൂബറോസം എർഗോട്ടൻസ്. ഇത് നമ്മുടെ സൊളാനേസി ഫാമിലിയിൽ വരുന്ന പൊട്ടറ്റോ ഡിക്കേഡ് ആയിട്ട് അതിൽ വരുന്ന ഒരു ഫംഗസ് ആണ് ഈ സൊളാനം ട്യൂബറോസം എർഗോട്ടൻസ്. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡിയാണ്. എവിടെയെന്ന് വെച്ചാൽ ഇപ്പൊ ട്യൂമർ ഓഫ് ദ റെക്റ്റം, ഈ ഒരു ഡിക്കേഡ് ചീഞ്ഞ പൊട്ടറ്റോ ഇരിക്കുന്ന പോലെ ആയിരിക്കും ഇതിന്റെ പ്രസന്റേഷൻ. റെക്റ്റത്തിൽ വരുന്ന CA കണ്ടീഷനും പ്രൊലാപ്സിലും ഒരു ചീഞ്ഞളിഞ്ഞ പൊട്ടറ്റോ പോലെ ഭയങ്കര ദുർഗന്ധവും റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡീകമ്പോസിഷൻ, അത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന സെക്രീഷൻസും ഡിസ്ചാർജും അപ്പിയറൻസും ആയിരിക്കും ഇവർക്ക് ഉണ്ടാവും. ഒഫൻസീവ്നെസ്സും ബ്ലീഡിങ്ങും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ റെമഡീസിനെ വ്യത്യസ്തമാക്കുന്നത് സൊളാനേസി ഫാമിലി നമുക്കറിയാം സ്ട്രമോണിയം ഹയോസാനസും വെല്ലൊക്കെ വരുന്ന ഫാമിലിയാണ്. അപ്പൊ അവരുടെ ആ ഒരു ഫ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിയർഫുൾനെസ്സും ആ ഒരു വയലന്റ് ആയിട്ടുള്ള ഡ്രീംസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ റെമഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രീംസ് ഓഫ് പൂൾ ഓഫ് ബ്ലഡ്. ഇവരുടെ സ്വപ്നം എന്ന് വെച്ചാൽ ബ്ലഡ്, ഡ്രീംസ് ഓഫ് പൂൾസ് ഓഫ് ബ്ലഡ് ആയിരിക്കും ഒരു ഏറ്റവും വലിയ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇതൊരു റയർ റെമഡിയാണ്, പക്ഷെ ഒത്തിരി യൂസ് ചെയ്യുന്ന കൽക്കട്ട മെത്തേഡിലൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു റെമഡിയാണിത്, ഈ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് സ്ലൈഡ്. പോളിപോറസ് സ്പിനിക്കോള. പോളിപോറസ് സ്പിനിക്കോള മലേറിയൽ മയാസത്തിൽ വരുന്ന റെമഡിയാണ്. മലേറിയൽ മയാസം എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു സിവിയർ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും, എന്നാൽ അതൊരു സൈക്കോട്ടിക് ആയിട്ട് ഉള്ള സ്റ്റേജിലേക്ക് കറക്റ്റ് ഇംപ്ലാന്റ് ചെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പൊ പേഷ്യന്റ് എന്ന് വെച്ചാൽ ഒരു അക്യൂട്ട് എക്സാസർബേഷൻ വരുമ്പോൾ വയലന്റ് ആയിട്ട് എക്സാസർബേഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടൂത്തേക്കിന്റെ കാര്യം എടുക്കാം. ഒരു ടൂത്തേക്ക് ഡീക്കേഡ് ആയി ഒരു ടൂത്ത് അവിടെ ക്യാരീസ് ഒന്ന് ഡീക്കേഡ് ആയിട്ട് പോവാൻ നിൽക്കുവാണ്, പക്ഷെ അത് പോകുന്നില്ല. അവർ സൈക്കോട്ടിക് മയാസം ഇംപ്ലിമെന്റഡ് ആണ്, പക്ഷെ അതിന്റെ അക്യൂട്ട് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് പേഷ്യന്റിന് സിവിയർ ആയിട്ടുള്ള അക്യൂട്ട് പ്രസന്റേഷനിലേക്ക് വരുവാണ്. ഇപ്പൊ ഒരു കേസ് പറഞ്ഞു കേട്ടുള്ളത്, ഒരു ടൂത്തേക്കിൽ പേഷ്യന്റ് സെൻസേഷൻ ഡോക്ടർ ഇത് എലി കടിക്കുന്ന പോലത്തെ തരത്തിലുള്ള വേദന. അത് ടൂത്തേക്കിൽ മാത്രമല്ല എവിടെയായാലും ബോൺസിലായാലും എവിടെയായാലും കടിച്ചു പറിക്കുന്ന പോലത്തെ ബറോയിങ് ആയിട്ടുള്ള ഒരു പെയിൻ ആണ് ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഫംഗസിന് മരത്തിലൊക്കെ എല്ലാ ഫംഗസും എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത ഇവർക്ക് വേരില്ല, ഇലകളില്ല. ഇപ്പൊ ഫോട്ടോസിന്തസിസ് ചെയ്ത് സ്വയം ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇരിക്കുന്ന ആ ഒരു ഹോസ്റ്റ് പ്ലാന്റിനെ ഇവരിങ്ങനെ ക്രീപ്പ് ചെയ്ത് ഒന്ന് പറഞ്ഞാൽ നമ്മൾ ബറോയിങ് ആൻഡ് ഡിഗിങ് സെൻസേഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു ഗ്രോത്ത് ആണ് ഇവരുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ പോളിപോറസ് ആ പെയിൻ അത്രത്തോളം സിവിയർ ആയിട്ട് പോയിട്ട് ഡിഗിങ്ങും ബറോയിങ്ങും ടൈപ്പ് ഓഫ് സെൻസേഷൻ, അതിന്റെ ഉറക്കം പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രീംസ് ആണ് ഇവര്. അപ്പോ എന്താ ഈ ഇന്റർമീഡിയറ്റ് ഫീവറിലും അതുപോലെ ഇന്റർമീഡിയറ്റ് ഫീവറിൽ ഏത് ഫീവർ ആയാലും ഭയങ്കര ചില്ല് പ്രിഡോമിനേറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ ഭയങ്കര ബോൺ പെയിൻ കൊണ്ട് പേഷ്യന്റ് ഉറങ്ങാൻ പറ്റുന്നില്ല. ബോറിക്കിൽ മെയിൻ ആയിട്ടും ഈ റെസ്റ്റ്ലെസ്നെസ് ഓഫ് ദ റിസ്റ്റ് ആണ്. റിസ്റ്റിൽ ഭയങ്കര പെയിൻ കൊണ്ട് അല്ലെങ്കിൽ ഏത് ബോണിലായാലും ഭയങ്കര പെയിൻ കൊണ്ട് പേഷ്യന്റ് ഉറങ്ങാൻ പറ്റുന്നില്ല. അതോടൊപ്പം ഈ ഫീവറിൻ്റെതായ എന്താ ചില്ലിനെസ് ഉണ്ടാകും, ഹെഡ് ഏക്ക് ഉണ്ടാകും, അപ്പിറ്റേറ്റ് ലോസ് ഉണ്ടാകും, അതുപോലുള്ള സിംറ്റംസ് ഉണ്ടാകും. റെസ്റ്റ്ലെസ്നെസ്, ആ പെയിൻ കൊണ്ട് വരുന്ന റെസ്റ്റ്ലെസ്നെസ്സും രാത്രി ഉറക്കം കെടുത്തുന്നതും ആ ഒരു ഡീപ്പായിട്ട് പ്രിക്കിംഗ് ആയിട്ട് പോകുന്ന ഒരു സെൻസേഷനും ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ മാം ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഹെമറേജ് സ്ലൈഡ് ഒന്ന് ഡിസ്കസ് ചെയ്യണോ മാഡം? അത് 5 മിനിറ്റ് കൂടെ ഉള്ളു, അതുകൂടെ അങ്ങ് വേഗം പറഞ്ഞോ. 5 മിനിറ്റേ ഉള്ളൂ, ഡിസ്കഷന് സമയം കിട്ടത്തില്ലെന്നേ ഉള്ളൂ, സാരമില്ല. എന്നാ മാം ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് അങ്ങനെ കൊണ്ടുവരാം അല്ലേ? ഓ എന്നാ പിന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. പക്ഷെ അത് ഓർക്കണം കേട്ടോ, അവിടെ ഓർക്കാം മാം. അത് വിട്ടുകളയരുത്. മാം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മാം. ലാസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് പേര് ഏതാണ് റെഫറൻസ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഇത്രത്തോളം നമുക്ക് ബേസിക് ആയിട്ടുള്ള ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കെന്റ് ഉണ്ട്, ഫാരിങ്ടൺ ഉണ്ട്, ബോറിക് ഉണ്ട്, ക്ലാർക്ക് ഉണ്ട്, എല്ലാ മെഡിസിൻസും ഉണ്ട്. അത് നമുക്ക് ഇത്രത്തോളം മെന്റൽ പിക്ചർ കുറച്ചും കൂടി സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത് ബെർണൂളിൻ കൺകോർഡന്റ് പ്രിസ്മ
ഉണ്ട്. പിന്നെ ഇപ്പൊ ഇത് കൂടുതൽ എടുത്തിട്ടുള്ളത് ഇൻസൈറ്റ് ഇൻസ് ദ പ്ലാൻ തേർഡ് വോളിയം, ശങ്കറിന്റെ തേർഡ് വോളിയം. പിന്നെ നമുക്ക് മിനറൽസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഷോർട്ട് ആൻഡ് തന്നെയാണ് റെഫർ ചെയ്യാറുള്ളത്. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഒരു ഡ്രഗിന്റെ റൂബ്രിക് എടുത്ത് സ്റ്റഡി ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് പിക്ചർ കിട്ടും. റഡാറുള്ള ബുക്സ് തന്നെയാണ് കൂടുതൽ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ മാം, താങ്ക് യു. നന്ദി ഡോക്ടറെ. നമുക്ക് ഇനി 5 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. മനോജ് ഡോക്ടർ ഉണ്ടല്ലോ. മനോജ് ഡോക്ടർ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. ഒരുപാട് പഠിച്ചിരിക്കും എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റിലെ ബുക്കിന്റെ പേര് പറഞ്ഞാൽ വളരെ ഹേസ്റ്റി ആയിട്ടായിപ്പോയി. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്ന രീതിയിൽ തന്നെ ഏതാ കേട്ടിട്ടില്ലേ പുസ്തകത്തിന്റെ പേരെ? സാർ ഞാനിത് ലാസ്റ്റ് സ്ലൈഡ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം സാർ, പറയട്ടെ? അതെ, പറയൂ. വെർമ്യൂളിയൻ കൺകോർഡൻ, പിന്നെ വെർമ്യൂളിയൻ പ്രിസ്മ എന്ന് പറഞ്ഞ ഇത് റഡാറിൽ നിന്നാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ ശങ്കറിന്റെ ഇൻസൈറ്റ് ഇൻ ടു ദ പ്ലാന്റ്സ്, അതിന്റെ തേർഡ് വോളിയത്തിലാണ് ഈ ഫംഗസ് ഒക്കെ വരുന്നത്. ഇൻസൈറ്റ് ഇൻ ടു ദ പ്ലാന്റ്സിൽ എല്ലാ പ്ലാന്റ്സിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ മിനറൽസും മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ ഷോർട്ട് ആൻഡ് എലമെന്റ്സ് ആൻഡ് മിനറൽസ് തന്നെയാണ് കൂടുതലും നോക്കാറുള്ളത്. വിത്തോൾക്കോസിന്റെ ബുക്കും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ മെറ്റീരിയലിക്ക് പ്രസന്റ് രീതിയാണ്. ശരിക്കും ഈ രീതിയിലാണ് ലെക്ചേഴ്സും മെറ്റീരിയലിക്ക് ഉണ്ടാകേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ വെറും ഒരു ഫോർമൽ പഠിപ്പിപ്പാടുമ്പോൾ ബോറി കുറിച്ച് വായിക്കുക എന്നുള്ളതല്ല. ഇത് നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ല ഭാഗമുണ്ട്. IFPH വീണ്ടും വരിക. ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ മാത്രമല്ല, സ്ഥിരം കാണുകയും കൂടെ ചെയ്യണം. ഓക്കെ, ശരി സർ. നന്ദി മനോജ് ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറായിട്ട് സംശയം ചോദിക്കാനോ അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. 3 മിനിറ്റാണ് ഉള്ളത്. അനിൽകുമാർ ഡോക്ടർ. അനിൽകുമാർ ഡോക്ടർ ഉണ്ടല്ലോ. ഇനി തീർച്ചയായും ഡോക്ടർ ഇപ്പോ ഈ വേദിയിൽ അവതരിപ്പിച്ച രീതി വളരെ വ്യത്യസ്തതയോടും ശരിക്കും എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ റൂബ്രിക്കിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് വ്യക്തമാക്കി തരുന്ന രീതിയായിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ ശരിക്കും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് സ്റ്റുഡൻസിനും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. ഓരോന്നും അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു കുട്ടിയുടെ ലൊക്കാസിറ്റി പറയുമ്പോൾ ആ ലൊക്കാസിറ്റിയുടെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്, നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ് ഒരു കുട്ടി അത് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലൊക്കാസിറ്റി ഉള്ള ഒരു പേഷ്യന്റ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ രീതി നമ്മുടെ മനസ്സിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മെഡിസിൻ പിന്നീട് നമ്മൾ മറക്കില്ല. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള അവതരണം തികച്ചും വ്യത്യസ്തതയോടുകൂടിയുള്ള ഒരു അവതരണമാണ്. എല്ലാ വിധത്തിലും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു അധ്യാപിക ആകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഡോക്ടർ തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയാണ് എനിക്ക് ഈ സെഷനെ കുറിച്ച് പറയാൻ. നന്ദി ധനേഷ് ഡോക്ടർ. ജയലളിത ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. ജയലളിത ഡോക്ടർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഡോക്ടറിന്റെ ക്ലാസ് കേട്ടായിരുന്നു, നേട്രംസ്. നല്ല സെഷനായിരുന്നു. ഇന്ന് അതിനേക്കാൾ ഗംഭീരമായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് എന്തോ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ എല്ലാവരും പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പറയാനുള്ളത്. ഒട്ടും നമ്മൾ മറക്കാത്ത വിധത്തിലെല്ലാം നല്ല വെൽ എക്സ്പ്ലെയിൻഡ്. ഒരു ടീച്ചറായിട്ട് കയറിയെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ ഭാഗ്യമായിരിക്കുള്ളൂ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇതില് എനിക്ക് തോന്നിയത്, ഒരു സംശയമുള്ളത് ഞാനിപ്പോ ചോദിക്കണില്ല, എന്നാലും ഞാൻ പറഞ്ഞു വെക്കുന്നു. ഇതില് ഹയോസാമസിനും ആ ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ ഇല്ലേ? ഡോക്ടർ അതിന്റെ കൂടെ പറഞ്ഞില്ല, അതെനിക്ക് തോന്നുന്നു. അതും അതിന്റെ കൂടെ തന്നെ വന്നതല്ലേ അല്ലേ? എക്സ്പോഷർ ഉണ്ട് അതില്. പക്ഷെ അത്രത്തോളം ഇച്ചിങ്ങും ബാക്കി സിംറ്റംസും എക്സ്പോഷർ ഹയോസാമസിന്റെ തീം കുറച്ചും കൂടി ഡിഫറെന്റ് ആണല്ലോ മാഡം. അത് ആ ഒരു എക്സ്പോഷറിൽ കുറച്ചും ലെസീവിനെസ് കാണിക്കാനുള്ള എക്സ്പോഷർ ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ CKL കോറില് അങ്ങനെയല്ല. അത് ആ ബേണിങ്ങും ഇച്ചിങ്ങും കൊണ്ട് അവർ എക്സ്പോസ് ചെയ്ത് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ ഡോക്ടർ, എന്തായാലും നല്ല സെഷനായിരുന്നു. എല്ലാം നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. മെറ്റീരിയൽ അത് കമ്പാരിസൺ വെച്ചിട്ട് ഒരു ഫാരൻടണിന്റെ അതേ ഒരു നേച്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ എളുപ്പത്തിലാക്കി തന്ന്. എന്തായാലും ഈ ഡോക്ടർ ചെറുപ്പമാണ് ഇപ്പൊ. അപ്പൊ ഇങ്ങോട്ട് വളർന്ന് അങ്ങോട്ട് വരുന്തോറും നല്ലൊരു
ഡോക്ടറായിട്ട് മുന്നോട്ട് വരട്ടെ. അപ്പൊ ഇനിയും ഇതുപോലെ നല്ല ക്ലാസ്സുകളായിട്ട് വീണ്ടും വരണേ. ഇതിന്റെ ബാക്കി ഇതായിട്ട് യൂട്യൂബ് വീഡിയോസ് കാണുന്നവരെ എന്തായാലും തീർച്ചയായിട്ടും ഡോക്ടറുടെ ക്ലാസ്സിൽ ഇനിയും കയറുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഈ ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും IAPHന്റെ പേരിലും ഡോക്ടർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. നന്ദി നന്ദി മാഡം. താങ്ക് യു. ഡോക്ടർ. ഡോക്ടർ എത്രയും വേഗം അടുത്ത ക്ലാസ്സുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1856 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.